ഈ സന്തുവിന്റെ കാര്യം സെൽഫി എടുക്കാം നമുക്ക്. സുഹേൽ ടിംബി, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഹലോ ഹാപ്പി, പറയൂ എന്താ എങ്ങനെ? ഓക്കെ ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഈ പിനാക്കി എന്താ മരത്തിന്റെ സൈഡിൽ നിന്ന് ഒളിച്ചിരുന്ന് ചെയ്യുന്നേ? ഒരു ഐസ്ക്രീം വാ നമുക്ക് പോയി നോക്കിട്ട് വരാം. അയ്യോ ഇവിടെ നിന്ന് നല്ല ഫോട്ടോ എടുക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല പിനാക്കി. പക്ഷെ നിന്റെ രൂപത്തിന് എന്താ പറ്റിയത്? ഇനി ഒരു ദിവസം കൂടി ഉള്ളു പാരീസിൽ, പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക്. ഹാപ്പിയുടെ ഫോൺ വന്നായിരുന്നു. സൂര്യങ്കിളിന്റെ ആന്റി ഇവിടെ പാരീസിന്റെ അടുത്ത് താമസിക്കുന്നേന്ന്. അവരുടെ ആരോഗ്യം വളരെ മോശമാണെന്നും. അത് ശരി. ഓഹോ, പക്ഷെ നീ എങ്ങനെ അങ്ങോട്ട് പോകും? ആരായത് കാർ ഓടിക്കുന്നതിന് പകരം മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? മാസ്റ്റർ പിനാക്കി, നിങ്ങളുടെ അങ്കിളിന്റെ ആന്റി വളരെ നേരമായി കാത്തിരിക്കുന്നു. പോകാം. ശരി, പോയിട്ട് വാ. താങ്ക് യു സർ. പിനാക്കി, കൃത്യസമയത്ത് പോയിട്ട് വാ. ബൈക്കിങ് ചെയ്യാനുള്ളതാ. ഈ പിനാക്കി എപ്പോഴും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവന്റെ കാര്യങ്ങളെല്ലാം അവൻ നേടിയെടുക്കും. മാസ്റ്റർ പിനാക്കി, നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആന്റി. സർപ്രൈസ്! ഹാപ്പി നീയോ? യെസ്, അങ്കിളും ആന്റിയും അവരുടെ ആന്റിയും പുറത്തു പോയിരിക്കുക. അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യണം ഗപ്പു മക ഡോസ്റ്റ, ഫ്രഞ്ച് ഡോസ്റ്റ, അടിപൊളി പാർട്ടി. അതിന് നമ്മൾ ഭൂതങ്ങളുടെ അടുത്തേക്ക് പോണം, ഭൂതങ്ങളുടെ വീട്ടിൽ. എന്നാ പോകാം. കൊച്ചു 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 കൊച്ചു. നിങ്ങളെ മകഡോസ്റ്റി കണ്ടതിൽ വളരെ സന്തോഷം. Thanks to me, everyone. Pull up your shorts. കാരണം ഹാപ്പീസ് പാർട്ടി always strong. ഓഹോ, ഈ ധീരുസാറിന്റെ കൂർക്കം വലി കാരണം നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മളിവിടെ ഈ ധീരുസാറിന്റെ കൂർക്കം വലി സഹിച്ചോണ്ടിരിക്കുക. അവിടെയാണെങ്കിൽ ആ പിനാക്കി അവന്റെ റിലേറ്റീവ്സിന്റെ ഒപ്പം പാർട്ടി ആഘോഷിച്ചോണ്ടിരിക്കുക. അയ്യോ, പിനാക്കിയുടെ പാർട്ടിയൊക്കെ വിട്ടുകളാ. എന്നിട്ട് ഈ ന്യൂസ് കേക്ക്. എന്റെ അങ്കിൾ കോപ്പിടിയാ, ദ ഫേമസ് ഗോസ്റ്റ് ഹണ്ടർ, പാരീസിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഇവിടെ ഒരു സ്ഫോടനം നടത്തുമെന്നാ തോന്നുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ എന്റെ സ്ഫോടനം അൺബീറ്റബിൾ ആയിരിക്കും. എന്താ തുറന്നില്ലേ നിന്റെയൊക്കെ മൂക്കും വായൊക്കെ? ഭൂതം കിട്ടിപ്പോയി, ഭൂതം. അയ്യോ, കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി. സിഗ്നൽ കിട്ടി. ഇവിടെ റിയലായിട്ടും ഭൂതമുണ്ട്. ഡാനി ചിന്തിക്ക്, റിയലായിട്ട് ഭൂതത്തെ കിട്ടിയാൽ ബോസിന്റെ ഒപ്പം തന്നെ നീയും ഫേമസ് ആവും. ഒഞ്ഞു പിടിച്ചോ ഐലസ. ഒരൊറ്റ ഭൂതത്തെ കിട്ടിയാ മതി. പിന്നെ എന്റെ ഇത്രയും വെളിച്ചം, ഉറപ്പായിട്ടും ഇവിടെ ആരോ ഉണ്ട്.
ഈ ഗോസ്റ്റ് മീറ്റർ കാണിക്കുന്നത് ഇവിടെ ആരും ഉണ്ടെന്നാണല്ലോ. ഉറപ്പാണ്. കൊള്ളാം ഡാനി, നീയാള് മിടുക്കനാ. ഈ സ്ഥലം സേഫാ. ഇപ്പൊ തന്നെ ഗോപടി സാറിനെ വിളിച്ച് ഗുഡ് ന്യൂസ് പറയാം. ബോസ്, പെട്ടെന്ന് തന്നെ ഭൂതക്കാസിലേക്ക് വന്നോളൂ. നമുക്ക് ഭൂതക്കണി ഉപയോഗിക്കാൻ സമയമായെന്ന് തോന്നുന്നു. ഗപ്പുവിന്റെ റെപ്യൂട്ടേഷൻ രക്ഷിക്കണേ നീ. അയ്യോ, നമ്മുടെ ജഗ്ലിംഗ് ബോൾസ്. അതെന്താ ഫ്രഞ്ച് ടോസ്റ്റ? Follow me. അത് വെറും സ്നോറിംഗ് ആയിരുന്നു. ഇവരുടെ റോറിംഗ് സ്നോർ ആയിരുന്നു. എന്റെ ഷോ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നില്ലേ? അതുകൊണ്ട് ഹാപ്പി. പോയിട്ട് എന്റെ ജഗ്ലിംഗ് ബോൾസ് എങ്കിലും എടുത്തോണ്ട് വാ. Okay bro, don't fear when happy is here. ഓ, ഒന്ന് ഇൻവിസിബിൾ ആവും ഹാപ്പി. ഒന്ന് ചിൽ ഗപ്പു. നമ്മളെ ഇവിടെ ആര് കാണാനാ? എവിടെ പോയാ ജഗ്ലിംഗ് ബോൾസ്? ഇവിടെ ഉണ്ടല്ലോ എല്ലാ ക്രിസ്റ്റൽ ബോൾസും. അങ്കിൾ എപ്പോഴാ വരുന്നെന്ന് ആർക്കറിയാം? അസ്ഥികൂടം പോലത്തെ ഭൂതം. ഇതകപ്പോ എല്ലാ ബോളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ഇതിപ്പോ ആരുടെ മെസ്സേജാ? അല്ല, നീ ഒറ്റയ്ക്ക് സന്തോഷിക്കണോ? ഞങ്ങളോടും കൂടി പറ. നിങ്ങൾ സന്തോഷിച്ചോളൂ. ഒരുപാട് ഭൂതങ്ങളെ പിടിച്ചിട്ടുള്ള സന്ധുവും ബന്ധുവും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ ആർക്കും പിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഭൂതങ്ങളെ പിടിക്കാനുള്ളത് ബുദ്ധിമുട്ടെന്നല്ല, സാധ്യമേ അല്ല. അറിയാം. എന്തായാലും അതിന് 30 മാർക്കേ ഉള്ളൂ. 30 50 75 100 മാർക്ക്. ആരാന്ന് വെച്ചാ വാഴണ്ടേ? അയ്യോ, ഇതാരാണ്? വാ, നമുക്ക് പോയി നോക്കാം. അങ്കിൾ ഖോപ്പടി ആ കാലെടുത്ത് വെക്കുമ്പോഴേ ഭൂതങ്ങളുടെ അസ്ഥികൾ കൂട്ടിയിടിക്കും. ഇന്ന് ഞാൻ ഭൂതങ്ങളെ പിടിക്കുവാനായി കൊണ്ടുവന്നിരിക്കുന്നു ഭൂതക്കണി. ഭൂതങ്ങൾക്ക് കെണിയാ. ഈ ലൂസറിനെ ഞാൻ വീഡിയോ കണ്ടിട്ടുള്ള. ഇവൻ ഇവിടെ എത്തിയോ? ഭൂതങ്ങളെ പിടിക്കാൻ വന്നിരിക്കുക അല്ലേ മോനെ? ഇവിടുന്ന് ഞാൻ അവനെ ഓടിച്ചിരിക്കും. കാലെടുത്ത് തലയെ വെച്ചോണ്ടോടും. കാല് വെക്കേണ്ടത് തറയിൽ. ഹാപ്പിക്ക് കിട്ടും ഗോസ്റ്റ് ക്യാച്ചറിന്റെ അടി. ഫ്രഞ്ച് ഡോസ്റ്റയ്ക്ക് അവനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ ഇവിടെ അടുത്തെവിടെയോ ധാരാളം ഭൂതങ്ങളുണ്ട്. അയ്യോ ബോസ്, നീ ആരംഭിക്കാൻ പോകുന്നു അങ്കിൾ ഖോപ്പടിയുടെ. മാറി നിൽക്ക. നിനക്കറിയാമോ, ഇവിടെ ഭൂതങ്ങളുടെ മേളയാണ്. ഈ മേളയിൽ അങ്കിൾ കബാഡിയുടെ ഭൂതക്കണി അവരെ സ്വന്തമാക്കും. ഒരു ഭൂതത്തെയും ഞാൻ വെറുതെ വിടില്ല. നീ പറഞ്ഞത് ശരിയാണ്. ബോക്സ് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഇതാ വരുന്നു എന്റെ ഭൂതക്കണി. അല്പസമയത്തിനുള്ളിൽ ഭൂതക്കണി തയ്യാറാവും. ഭൂതങ്ങളെ പിടിക്കും. അത് ശരി, ഞങ്ങളെ പിടിക്കാൻ വന്നിരിക്കല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഒരു ഭൂതത്തിന് ഇത്രയും ഇൻസൾട്ടോ? ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ലെന്നോ? ഇപ്പൊ കാണിച്ചു തരാം. ഇവിടുന്ന് പോകാം. എന്താ ഇനി ചെയ്യുക? ഈ ഖോപ്പടിയ വളരെ അപകടകാരിയാണ്. ഹാപ്പി, നമുക്ക് വേഗം തന്നെ സൂര്യങ്കളിനെ കോണ്ടാക്ട് ചെയ്യണം. ഇയാളൊരു നോർമൽ ഗോസ്റ്റ് ക്യാച്ചർ ഒന്നും അല്ല. നിനക്കോ അയാളുടെ ശരീരത്തിൽ കയറാൻ പറ്റിയില്ലല്ലോ. അവരെ നമുക്ക് ഈ ഡേഞ്ചറസ് സിറ്റുവേഷൻ അറിയിക്കണം. ചെയ്യാം അങ്കിൾ.
സുരി ഹലോ അങ്കിൾ സുരി ഞാൻ ആന്റിയെ ഫോൺ ചെയ്യാം. ഹാപ്പി ഒന്നുകൂടി ട്രൈ ചെയ്യേ. ചെയ്യാം ഈ ഭൂതക്കണി ഈ കാസിലിന്റെ എൻട്രിയിൽ കൊണ്ടുപോയി വെക്കാം. ഏതെങ്കിലും ഭൂതങ്ങൾ കാസിലേക്ക് എൻ്റർ ആവുകയോ പുറത്തേക്കോ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ ട്രാപ്പിൽ പെട്ടുപോകും. ഭൂതക്കണി ഓണായി കഴിഞ്ഞു. ഇനി ഈ കെണിയിൽ നിന്നും ഭൂതങ്ങളെ ആരാ രക്ഷിക്കുക? കോൺസെൻട്രേഷൻ കണക്ട് ആവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ അങ്കിളുമായിട്ട് സംസാരിപ്പിക്കാം. ശാന്തമാകൂ. ഗപ്പു, നിനക്ക് ആന്റിയെ കണക്ട് ചെയ്യാൻ പറ്റിയോ? ഇല്ല പിനാക്കി, എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ഹാപ്പി ഒന്ന് വേഗം. അങ്കിളും ആന്റിയും ഞാൻ ഇവിടെ വന്ന് ഈ കെണിയിൽ പെട്ടുപോയാലോ? ആർക്കറിയാം എന്റെ പിനാക്കിയുടെ അവസ്ഥ എന്താണെന്ന്. ചപ്പാത്തി പരുത്തും പോലെ. കാണാൻ ഇത്ര വലിയ ആഗ്രഹമായിരുന്നെങ്കിൽ മേക്കപ്പിന് വേണ്ടി ഇത്രയും സമയം കളയാൻ പാടില്ലായിരുന്നു. മീശ പിരിച്ചിട്ട്. അത് ശരി, എന്റെ മേക്കപ്പ് കാരണമാണോ അതോ നിങ്ങൾ മീശ പിടിച്ചോണ്ടിരുന്നോണ്ടാണോ? അല്ല ഇതെന്താ? ആ ഭൂതങ്ങൾ കുടുങ്ങിയെന്ന് തോന്നുന്നു ബോസ്. വരൂ ഡാനി, അടുത്ത് നോക്കാം. കൊള്ളാം. ഭൂതങ്ങളെ ഈ കെണി ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ക്ലോസ് ചെയ്തേക്കാം ഭൂതങ്ങളുടെ ചാപ്റ്റർ. അങ്കിൾ ഗോപടിയ അറിയപ്പെടും ദ ഗ്രേറ്റ് ഗോസ്റ്റ് ക്യാച്ചർ. ഹലോ അങ്കിൾ എന്ത്? ഇല്ല, അങ്കിളിനെ ആന്റിയെയും ആ ഗോസ്റ്റ് കാച്ചർ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. നമ്മൾ വൈകി പോയി. അത് കുഴപ്പമായല്ലോ. ഭൂതങ്ങളൊക്കെ സ്മാർട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം എന്റെ ഭൂതക്കണിയിൽ മിടുക്കുക. ഭൂതങ്ങളെ ഞാൻ ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കും. എന്നിട്ട് ലോകത്തെ കാണിച്ചു കൊടുക്കും. കാരണം കോപ്പടിയ ഒരു സ്പെഷ്യലാണ്. നമുക്ക് ശരിക്കും ആലോചിച്ചൊരു തീരുമാനത്തിലെത്തണം. അങ്കിളിനെ ആന്റിയെ ഭൂതക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട്. ഹലോ അങ്കിളും ആന്റിക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും നിങ്ങളില്ലാതെ? അറ്റൻഷൻ. നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. അങ്കിൾ നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിച്ച് എന്റെ അസ്ഥിയുടെ ആന്റിനെ വരെ ഇളകിപ്പോയി. മിണ്ടരുത്. നിന്റെ ആന്റിനെ ഞാൻ ശരിയാക്കിക്കോളാം. ആദ്യം ഞങ്ങൾക്ക് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കണം. ഈ ബോക്സിന്റെ ഇൻസുലേഷൻ ആർമി ടാങ്ക് പോലെ ബലമുള്ളതാണ്. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. സൂര്യയെ തടയാൻ പറ്റിയ ഒരു ഭിത്തിയും ഇന്നുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് പുറത്തു കിടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കുട്ടികൾക്ക് വഴുതനങ്ങ ചിപ്സും പാവയ്ക്ക കുക്കീസും മഷ്റൂം ഐസ്ക്രീമും ഒക്കെ ആരുണ്ടാക്കി കൊടുക്കും? ചപ്പാത്തി പരുത്തും പോലെ. അങ്കിൾ, നിങ്ങളെ രണ്ടുപേരും ഞങ്ങൾ ഉടനെ തന്നെ പുറത്തിറക്കാം. ഒട്ടും ടെൻഷൻ ആവണ്ട കേട്ടോ. എനിക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് പിനാക്കി. പക്ഷേ പ്രോമിസ് ചെയ്യൂ, നിങ്ങൾ സേഫ് ആയി ഇരുന്നു കൊള്ളാമെന്നും ഡേഞ്ചറസ് ആയി ഒന്നും ചെയ്യില്ല എന്നും. Yes, uncle. വരൂ ഹാപ്പി. അങ്കിൾ കോപ്പടിയ കാലെടുത്ത് വെക്കുമ്പോഴേ ഭൂതങ്ങളുടെ അസ്ഥികൾ കൂട്ടിയിടിക്കും. കുറച്ചു ഭൂതങ്ങളെ പിടിച്ചു, കുറച്ചു പേരെ ഭയപ്പെടുത്തി ഓടിച്ചു. ഈ ബോക്സ് എന്താ കിടന്ന് ഇളകുന്നത്? ഹാപ്പി, കോപ്പടിയുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. അങ്കിളും ആന്റിയും അതിലായിരിക്കും. വരൂ അങ്ങോട്ട് പോകാം. അങ്കിൾ കോപ്പടിയ ഇനി ഒരു കൂൾ മാൻ ആയിരിക്കും. ലോകം അംഗീകരിക്കും അയാളുടെ കഴിവ്. ആരാ നീ? അതൊരു കളിപ്പാട്ടമൊന്നുമല്ല. അതിവിടെ ഡാനി, ആ ഭൂതക്കണി വേഗം തിരിച്ചു വാങ്ങ. ചെല്ല്. ഹാപ്പി, നമുക്ക് കിട്ടി. എന്റെ ഹാപ്പി, നമുക്ക് അങ്കിളിനെ ആന്റി രക്ഷിച്ചേ പറ്റൂ. അവരിപ്പോ അതിൽ വിഷമിക്കായിരിക്കും. എന്തായി സംഭവിക്കുന്നത്? ഹാപ്പി വേഗം. പിനാക്കി എഴുന്നേക്ക്. പിന്നാക്കിക്ക് നമ്മുടെ സഹായം വരൂ. അങ്കിൾ ഭൂതക്കണി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കും.
അയ്യോ ഇത് ആ ശബ്ദമാണല്ലോ. അതിനർത്ഥം ഹാപ്പി ഇത് ഗോസ്റ്റ് ക്യാപ്ചറിംഗ് ആണ്. ബോക്സിനടുത്തേക്ക് വരരുത്. അത് നിങ്ങളെ എല്ലാവരെയും ഇതിനകത്തേക്ക് വലിച്ചു കയറ്റും. ഈ നെറ്റ്വർക്കിന്റെ കാര്യം ക്ഷമയുടെ ഫലം മധുരമുള്ളതാണ്. കണ്ടിട്ട് ഇവരുടെ ബന്ധുക്കളാണ് ഇവരെ രക്ഷിക്കാൻ വന്നതെന്ന് തോന്നുന്നു. ഇവരെ രക്ഷിക്കുമോ അതോ സ്വയം കുടുങ്ങുമോ? ബബ്ലി നന്നായിട്ടൊരു ബ്രീത്ത് എടുത്ത് ഇൻഫ്ലൈറ്റ് ആയിട്ടിരിക്കണം. കാരണം മറ്റൊരാൾക്ക് ഈ ബോക്സിൽ കയറാൻ സ്ഥലമുണ്ടാകരുത്. സ്റ്റോറേജ് ഫുൾ. ഇതെങ്ങനെ പോസിബിൾ ആകും? എന്തോ കുഴപ്പമുണ്ട്. എന്തെയും ഓ നോ. കൂടുതൽ ഭൂതങ്ങളെ പിടിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ ആ ഭൂതക്കണിയുടെ കാര്യം വിട്ടുപോയി. ഡാനി ഭൂതക്കണിയെ സെക്യൂർ ചെയ്യ വേഗം. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്കിളും ആന്റിയും കണ്ടോ ആരോ ബോക്സ് എടുത്തോണ്ട് പോകുന്നു. ഓ നോ, അത് തിരിച്ചു വാങ്ങിയേ പറ്റൂ. ഓ നോ, ഇനി എങ്ങോട്ട് പോകും? ഈ ഔട്ട് ഹൗസ് പെർഫെക്റ്റ് ആയിരിക്കും. അയ്യോ ഇതെന്താ? കോപ്പടിയുടെ തലയ്ക്ക് ഭ്രാന്തായിരുന്നു തോന്നുന്നേ. ഡാനി വെരി ഗുഡ്. കൊണ്ടുവാ അതെന്റെ കയ്യിലേക്ക്. ഡാനി ആ ബോക്സ് എന്റെ കയ്യിലേക്ക് തരാനാ പറഞ്ഞത്. ഇനി അവർക്ക് കോപ്പടിയോട് കളിക്കാൻ കഴിയില്ല. അവരെ ഞാൻ ആനയിച്ചു കൊണ്ടുപോകുന്നു ജയിൽ. എന്നിട്ട് ഹ്യൂമൻസിന്റെ മുന്നിൽ അവരെ ചെയ്യാൻ പോകുന്നു സെയിൽ. നിങ്ങളെല്ലാരും ഓക്കേ അല്ലേ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പിനാക്കി. പക്ഷെ ആ ഭൂതക്കണിയിൽ നിന്ന് അങ്കിളിനെ ആന്റിയെ എങ്ങനെ രക്ഷിക്കും? അത് തന്നെ, നമ്മൾ ഭൂതങ്ങളായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഭൂതക്കണി എന്റെ അസ്ഥികളെല്ലാം ഇളക്കി മാറിച്ചു വെച്ചേക്കുക. എനിക്ക് തല കറങ്ങുന്നുണ്ട്. ഇതുങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഉറക്കവും കളഞ്ഞല്ലോ. രാത്രി പകലും ഉറങ്ങാൻ സമ്മതിക്കില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് കേണൽ സൂര്യയെ എങ്ങനെ രക്ഷിക്കേണ്ടതെന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോലും തോന്നുന്നില്ല എനിക്ക്. എങ്ങനെ? പ്ലീസ് പറയൂ. Boom, boom, shakalaka, boom. Here is the celebrity in the room. Danny, വേഗം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യ് and let the world know. അങ്കിൾ കോപ്പടിയ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ഗോസ്റ്റ് ബസ്റ്റർ. ഫ്രഞ്ച് ടോസ്റ്റയുടെ പെയിന്റിംഗിലുള്ള ആന്റി എന്തായാലും വഴി പറഞ്ഞു തന്നു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നേ ഇല്ല. ഈ 3 ഗോസ്റ്റ് ഇൻവെന്റേഴ്സ് ഇത്രയും വലിയ ഇൻവെൻഷൻസ് നടത്തിയിട്ട് പെട്ടെന്ന് എന്തായിരിക്കും അപ്രത്യക്ഷരായത്? സീരിയസ്ലി? പക്ഷെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? ഇതിലെ ഒരു ഇൻവെന്റർ അൽഫയെ എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾക്ക് ബുക്സ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അയാൾ ദിവസം മുഴുവൻ ലൈബ്രറിയിൽ തലകീഴായി കിടന്ന് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കും. എങ്കിൽ നമുക്ക് സെർച്ച് അവിടെ നിന്ന് തുടങ്ങിയേക്കാം. എന്താ വിനാക്കി? യെസ് ഹാപ്പി. ആ 3 ഇൻവെന്റേഴ്സ് എവിടെയെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കയ്യിൽ നിന്ന് റിമോട്ട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. പക്ഷെ ഇതിനു വേണ്ടി എനിക്ക് ഏതെങ്കിലും ഗോസ്റ്റിനോടോ ഗോസ്റ്റ് ക്യാച്ചറിനോടോ എതിർക്കേണ്ടി വന്നാലും ശരി, ഐ ആം റെഡി. പിനാക്കി ഹാപ്പി, നിങ്ങൾ രണ്ടുപേരും റിമോട്ടിന്റെ കാര്യം നോക്ക്. ഞാനിവിടെ നിൽക്കാം. ആർക്കറിയാം, നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അങ്കിളിനെ ആന്റിയെ രക്ഷിക്കാൻ പറ്റിയ ഒരു ഗാഡ്ജറ്റ് ഞാൻ കണ്ടുപിടിക്കില്ലെന്ന്. എന്ത് പറയുന്നു? എങ്കിൽ ശരി കൂട്ടുകാരെ, അങ്കിളിനെ ആന്റിയെ രക്ഷിക്കാനുള്ള മിഷൻ നമ്മൾ ഇത് ഇവിടെ തുടങ്ങുന്നു. വരൂ ഹാപ്പി. വരൂ പിനാക്കി. ഹലോ ഹലോ പിന്നാക്കി മോനെ, ആന്റിയുടെ ആരോഗ്യം ടിപ് ടോപ്പ് ആയെങ്കിൽ ടോപ്പ് സ്പീഡിൽ ഇങ്ങോട്ട് വന്നോളൂ. എയർപോർട്ടിൽ ലേറ്റ് ആയിട്ട് ചെന്നാലേ നമ്മുടെ ഫ്ലൈറ്റ് ആകാശത്തിൽ കൂടി അങ്ങനെ പറക്കും. നമ്മൾ താഴെ നിന്ന് കാറ്റ് കൊള്ളേണ്ടി വരും. വേഗം വാ. പിനാക്കിയോ? അവനെന്താ ഇവിടെ? ചിണ്ടുവിട്ടു, ഇത് നോക്കിയേ. ഇതാണ് പിനാക്കിയുടെ ഹോസ്പിറ്റൽ. കറങ്ങാൻ അവന് വലിയ ഇഷ്ടമാണ് അല്ലേ? ഞാനിപ്പോ അവനെ കറക്കാൻ പോവാ, അവന്റെ തല കറങ്ങുന്ന വിധത്തില്. ധീരു സാർ, ദേ നോക്കിയ ആ മണ്ടൻ. അല്ലല്ല, ആ പിനാക്കി. ആ ഡ്രൈവറെ, ലെറ്റ്സ് ഗോ. ധീരു സാർ, നമ്മുടെ ബസ് അങ്ങ് പോയല്ലോ. എടാ സന്തോ. വാ, ഉഗ്രഷണ്ടില്ല. ഹാപ്പി, വേഗം അകത്തേക്ക് വാ, നമുക്ക് ഒട്ടും സമയമില്ല. അയ്യോ, ഇത്ര വലിയ ലൈബ്രറിയോ? അല്ലല്ല, ലൈബ്രറി. എന്റെ അയ്യോ, ഇത്ര വലിയ ബുക്കുകളോ? ഞാൻ
ആൽഫാസറിനെ തെരഞ്ഞേരുന്ന എന്റെ കണ്ണില് മാത്രമല്ല ചെവിയിലും വായിലും മൂക്കിലും ഒക്കെ കണ്ണട വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. അൽഫ സാർ എവിടെ വേണമെങ്കിലും ഉണ്ടാകും. ഏതെങ്കിലും ഭിത്തിയില് അല്ലെങ്കിൽ ഏതെങ്കിലും പെയിന്റിങ്ങില്, ചിലപ്പോ ചെറിയ പുസ്തകത്തിൽ പക്ഷെ പോലും. ഇത്രയും സ്ഥലത്തൊക്കെ നമ്മൾ എങ്ങനെ അന്വേഷിക്കാനാ? എന്താ ഹാപ്പി, മറന്നുപോയോ? വൈഫ് ഹിയർ വെൻ ഹാപ്പി ഈസ് ഹിയർ. നീ ലെഫ്റ്റിലേക്ക് പോ, ഞാൻ റൈറ്റിലേക്ക് നോക്കാം. ഹാപ്പി റൈറ്റ് റൈറ്റ്, നിന്റെ റൈറ്റ്. ആൽഫ സാർ ഒളിച്ചിരിക്കാൻ എത്ര ശ്രമം വേണമെങ്കിലും നടത്തിക്കോളൂ. ഹാപ്പി എന്ന സ്പൈ നിങ്ങളെ കണ്ടുപിടിച്ചിരിക്കും. വേഗം വരൂ ധീരു സാർ. എന്താ ചെയ്യണത് സന്തു? എടാ സന്തു, നീ കണ്ണട വയ്ക്കേണ്ട സമയമായെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ എന്നെ ഫോൺ വിളിച്ചോളൂ പിനാക്കി. പിന്നെങ്ങനെ അവൻ ഇവിടെ ഉണ്ടാകുന്നേ? നല്ല സ്റ്റൈലായിട്ടും. ധീരു സാർ, സാറ് കണ്ണട വെച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ പറ്റിച്ചതാണ്. പക്ഷെ സന്തുവിനെ അങ്ങനെ പറ്റിക്കാൻ കഴിയില്ല. പുലിയുടെ ബുദ്ധിയാണ് എനിക്ക്. ഭയങ്കര സ്പീഡുമാ. വാ ഇങ്ങോട്ട്. ഇവിടെ ഉണ്ടാവും സാറ്. അല്ലല്ല, ഇവിടെ ഉണ്ടാവും. ധീരു സാർ ഒന്ന് വാ. ധീരു സാർ എന്തീ കാണിക്കുന്നേ? ഇത്രക്ക് ഇരുട്ടോ? ഇവിടെ പാരീസിലും ലോഡ് ഷെഡിംഗ് ഒക്കെ ഉണ്ടോ? ധീരു സാർ, വാ അങ്ങോട്ട് പോവാ. അയ്യോ സന്തു, ഈ ലൈബ്രറിയിലെ മെട്രോ ട്രെയിനൊക്കെ ഉണ്ടോ? വളരെ ഫാസ്റ്റ് ആയിട്ടാ പോകുന്നേ, നല്ല സ്റ്റൈലായിട്ട്. ദാ പോണു പിനാക്കി. വേഗം വാ സാറേ. ചിണ്ടു അവിടെ ഉണ്ട് പിനാക്കി, വാ. പിനാക്കി നിക്ക്. കണ്ടോ അവനെ ഓടി ഒളിക്കുന്നത് കണ്ടില്ലേ? എന്താ ഇവിടെ? എന്തായാലും ഞാൻ അവനെ വിടില്ല. സന്തു, പിനാക്കിയെ വേണമെങ്കിൽ നീ സംശയിച്ചോളൂ, പക്ഷെ എന്നെ വെറുതെ വിട്, നല്ല സ്റ്റൈലായിട്ട്. ഓക്കെ സാർ. സോറി സാർ. ഇത്രയും വലിയ ശബ്ദം ഇത് എവിടെന്നാ വന്നേ? ഓ നോ, ഇവരെല്ലാരും എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എടാ പിനാക്കി അവിടെ നിക്ക്. എടാ സന്തു, എന്നെ എവിടെ ഇട്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് പോവാ? എത്ര വേണമെങ്കിലും ഓടിക്കോ, നിന്നെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഇവരെന്താ ഈ പിനാക്കിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? ലൈബ്രറി ഫോർ റീഡിംഗ്, നോട്ട് ഫോർ റേസിംഗ്. ഓടി ഒളിക്കാൻ നോക്കുവാണോ? നിന്നെ ഞങ്ങൾ 4 വശത്തിൽ നിന്നും വളഞ്ഞിരിക്കും. ഓ, അപ്പൊ നിങ്ങളാ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നല്ലേ? ഇത് ലൈബ്രറി ആണോ പ്ലേ ഗ്രൗണ്ട് ആണോ? നടക്ക്, പുറത്തേക്ക് പോ. പുറത്താക്കേണ്ടത് ഈ ഭൂതങ്ങളെയാ. അങ്കിൾ ഖോപ്പടിയയുടെ കുസൃതി നിറഞ്ഞ തലയുടെ കളി സ്മാർട്ടസ്റ്റ് ഭൂതങ്ങളെ പോലും ഫെയിലാക്കും. എന്റെ പേര് ഖോപ്പടിയ, പേടിപ്പിക്കുന്നവൻ. നീ ഒരു റോക്കറ്റ് പോലെ ഓട്, എന്നിട്ട് ഇത് സോക്കറ്റിൽ ഘടിപ്പിക്ക്. റെഡിയാണ് ബോസ്. ഇനി ഇതിന്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദം കേട്ടാൽ അവന്റെ അന്ത്യമായിരിക്കും. ധനി, ഇതെന്താ? അയ്യോ, ഈ പ്ലഗിന് എന്താ സംഭവിച്ചത്? ഇതെങ്ങനെ താഴെ വീണു? ഞാൻ കറക്റ്റായിട്ട് ചെയ്തതാ. സോറി ബോസ്. ഇനി ഭൂതങ്ങളുടെ രഹസ്യമറിയാം. വീണ്ടും നിന്നോ? ധനി, ഇത് വീണ്ടും താഴെ വീണു. ഇനി ഓൺ ചെയ്യൂ ബോസ്. ബോസ് ഇതെങ്ങോട്ടായി പോകുന്നേ? ധനി, ഏതോ ഭൂതം വന്നെന്ന് തോന്നുന്നു. €2 എന്ന് വെച്ചാൽ രണ്ടടക്ക് വിലയില്ലാത്ത ഭൂതം കൊപ്പടിയെ പേടിപ്പിക്കുന്നു. കൊപ്പടിയെ പേടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല. അത് ശരി, ഞാൻ കാണിച്ചു തരാം നിനക്ക് തല കറങ്ങുന്ന എങ്ങനെയാണെന്ന്. അയ്യോ, ബോസ് വീണു. ബോസ് നിക്കൂ, ഞാനിതാ വരുന്നു. അയ്യോ, ഞാനിതെന്താ മുന്നോട്ട് പോകാത്തെ? ധനി, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്നെ ആരാ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്താ ഇത്? വിട് വിട് വിട്. ശരി, കൊപ്പടിയോട് കളിക്കാൻ വന്നോ? ഇതെന്താ സ്പൈഡർമാൻ? എവിടുന്ന് വന്നു ഈ ചിലന്തി വല? ചിലന്തി വല എന്റെ ബോസിനെ ചുറ്റിച്ചു കളഞ്ഞല്ലോ. അങ്കിൾ ആന്റി, ഞങ്ങൾ കോപ്പിടിയേക്ക് ഒരു നല്ല പണി കൊടുത്ത് കടത്തിയിരിക്കുക. ഇനിയും പുറത്തിറങ്ങാം. ഒരു ബബ്ലി, നമ്മുടെ ഫുൾ പവർ ഉപയോഗിച്ച് ഈ ബോക്സിന് പുറത്തേക്ക് പോകാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. ബോസ്, ഇവിടെ ആരും ഉണ്ട്. ഈ ഭൂതങ്ങളെ രക്ഷിക്കാൻ നോക്കുന്നത് അവരാണ്.
ആരുമാവട്ടെ എവിടെയുമാവട്ടെ ഞാൻ തോൽവി സമ്മതിക്കില്ല. ഇനി രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇതാ കോപ്പടിയുടെ പുതിയ ആയുധം. ഫ്രഞ്ച് ടോസ്റ്റ് വേഗം രക്ഷപ്പെടാൻ നോക്ക്. കോപ്പടിയുടെ വാൾ എല്ലാ ഭൂതങ്ങളും ഇപ്പോൾ പേടിച്ചോടും. അയ്യോ എന്തായി ചെയ്യുന്ന ബോസ്? എന്നെയല്ല, ഭൂതങ്ങളെ പിടിക്ക്. അയ്യോ നമ്മൾ അവനെ റോസ്റ്റ് ചെയ്യാൻ നോക്കിയതാ, അവനിപ്പോ നമ്മളെ റോസ്റ്റ് ചെയ്യുവാ. ഇത് കലക്കി. അങ്ങനെ ഒരു ഭൂതത്തെ കൂടി എനിക്ക് കിട്ടിയിരിക്കുന്നു. വരൂ, ബോക്സിലേക്ക് പോ. വേഗം വേഗം ചെല്. ഓ ബബ്ലി, അവർ മറ്റൊരു ഗോസ്റ്റിനെ പിടിച്ചെന്ന് തോന്നുന്നു. വേഗം തന്നെ ഈ ബോക്സ് ഫില്ല് ചെയ്തേ പറ്റൂ. വേറെ ആരും ഇതിനകത്തേക്ക് വരാൻ പാടില്ല. ഈ തോക്കിന് കേടാകാൻ കേട്ട നേരം നിങ്ങൾ ആരായാലും എത്ര പേരുണ്ടായാലും ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. പക്ഷേ അടുത്ത പ്രാവശ്യം വീടില്ല ഞാൻ. ഹാപ്പി, ഇനി ഈ സെക്ഷൻ കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ പിനാക്കി, ഈ സെക്ഷൻ എല്ലാ ഡയറക്ഷനിൽ നിന്ന് നമുക്ക് പരിശോധിക്കാം. നോക്ക് ഹാപ്പി, നമുക്കിനി അധികം സമയമൊന്നുമില്ല. വേഗം അന്വേഷിച്ചു പറ്റൂ. എന്തെങ്കിലും കിട്ടിയാ എന്നോട് പറയണേ ഹാപ്പി. ബുക്ക് ടു ബുക്ക്, ഷെൽഫ് ടു ഷെൽഫ് അന്വേഷിച്ച് കഴിഞ്ഞു. ലൈബ്രറി മുഴുവനും അരിച്ചു പെറുക്കി. എന്നിട്ടും ആൽഫ സാർ എവിടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എവിടെ എവിടെ എവിടെ? ആഹാ, ഓറഞ്ച്. എന്റെ വിശപ്പിനൊരു പരിഹാരമായി. ഹാപ്പി, നീ ഇപ്പൊ അതൊന്നും തൊടല്ലേ. നമ്മളിപ്പോ റിമോട്ട് അന്വേഷിച്ചു ഓറഞ്ച് അല്ല. വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യ. എന്തെങ്കിലും കൊണ്ടുതാ. ഹാപ്പി, നിന്റെ ഓറഞ്ച് മുഴുവനും ആരോ തിന്നല്ലോ. ഇല്ല, ആര്? എനിക്ക് തോന്നുന്നു ആ പെയിന്റിങ്ങിലുള്ള അങ്കിളാണെന്ന്. അപ്പോ ആൽഫ സാറല്ലേ? ആൽഫ സാർ, ഇപ്പൊ തന്നെ പെയിന്റിങ്ങിനകത്തേക്ക് പോകാം. മര്യാദക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. എവിടുന്ന് വരുന്നു ഇവരൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ? ഹാപ്പി, ആൽഫ സാർ അങ്ങോട്ട് പോയി. വേഗം വരൂ. ഇനി അപ്രത്യക്ഷനാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അദ്ദേഹത്തെ പിടിക്കണം. ഹാപ്പി, എന്റെ ഹാപ്പി ഒന്ന് വേഗം. ആൽഫ സാറിന്റെ അടുത്ത് നമുക്ക് വേഗം എത്തണം. ഇതിപ്പോ പിനാക്കിയുടെ ശബ്ദമായിരുന്നല്ലോ. അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിനാക്കി. നീ എന്ത് വിചാരിച്ചു ഞാൻ തിരിച്ചു വരില്ലെന്നോ? ഇപ്രാവശ്യം നീ രക്ഷപ്പെടില്ല. നിന്നെ ധീരു സാറിന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോയിരിക്കും. പേടിച്ച് നീ എങ്ങോട്ടാണോ ഓടുന്നേ? നിക്ക് പിനാക്കി. ഓയ് പിനാക്കി, നീ ധീരു സാറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു കാണും. പക്ഷെ അത് എന്റെ അടുത്ത് നടക്കില്ല. പിന്നെ രക്ഷപ്പെട്ടു. റോക്കറ്റ് പോലെ പോവാണല്ലോ ആൽഫ സാർ. ധീരു സാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷെ എന്റെ അടുത്ത് പറ്റില്ല. അയ്യോ, ഈ പിനാക്കി എന്നെ ഇവിടെ കുടിക്കല്ലോ. അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് പുറത്തിറക്ക്. ഇതാരാ? നീ വീണ്ടും വന്നോ? വെളിയിലേക്ക് വാ. നിങ്ങൾ കുട്ടികളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. റോക്കറ്റ് സാറേ, എനിക്കെന്താ ഭിത്തിക്കകത്തോട്ട് പോകാൻ പറ്റാഞ്ഞേ? ഓ, ഈ ഭിത്തിയുടെ പുറകിൽ എത്ര നേരം ഒളിച്ചിരിക്കും ആൽഫ സാർ? ഇപ്പൊ കാണിച്ചു തരാം. ഇന്ന് പിടിച്ചോ. അതും ഫെയിലായല്ലോ. ഒരു കുഴപ്പമില്ല. ഹാമർ ഇല്ലെങ്കിൽ എന്താ, ക്യാനൻ മോണുണ്ടല്ലോ. എനിക്ക് മതിയായി. ഇതാ പിടിച്ചോ, ഹാപ്പിയുടെ ഫൈനൽ അറ്റാക്ക്. ഈ ഭിത്തിയാണെങ്കിൽ തകരുന്നുമില്ലല്ലോ. അല്ല ഹാപ്പി, ആൽഫ സാർ എങ്ങോട്ട് പോയി? എന്നെ പറ്റിച്ചിട്ട് ഭൂതമാജിക്കൊണ്ട് ഈ ഭിത്തിക്കുള്ളിലേക്ക് കടന്നു കളഞ്ഞു. ഹാപ്പിയുടെ എല്ലാ അറ്റംപ്റ്റും വെറുതെ ആയി പോയി. ഉറപ്പായിട്ട് ഇതിനൊരു ലിവർ ഉണ്ടായിരിക്കും. അല്ല, ഈ ബോയ് എന്താ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നേ? ഫോട്ടോയിൽ അദ്ദേഹം ഈ ബോ നേരെയാക്കുകയായിരുന്നു. ഞാനും ഇത് നേരെയാക്കി നോക്കട്ടെ. പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഈ ആൽഫ സാറിന്റെ ട്വിൻസ് പ്രതിഭകളും അദ്ദേഹത്തെ പോലെ വളഞ്ഞ ബുദ്ധിയുള്ളവരാ. ട്വിൻസ്? വെരി ഗുഡ് ഹാപ്പി, യു ആർ എ ജീനിയസ്. അത് പിന്നെ ഹാപ്പി അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ എന്തുകൊണ്ടാ? അത് പിന്നെ ട്വിൻസ് അവരുടെ കാര്യങ്ങളെല്ലാം ഒരേപോലെയല്ലേ ചെയ്യുള്ളൂ. അവരുടെ ബോ നേരെയാക്കുന്നത് പോലും. ഓക്കെ ഹാപ്പി, വരൂ നമുക്ക് രണ്ടുപേർക്കും ഇത് ഒരേപോലെ നേരെയാക്കാം. റെഡി? യെസ്, റെഡി. 1 2 3. വാ പിനാക്കി, എന്തൊരു ബുദ്ധിയാ നിനക്ക്. താങ്ക് യു. വരൂ നമുക്ക് അകത്തേക്ക് പോകാം. അയ്യോ, ഇത് എന്തൊരു സ്ഥലം? പിനാക്കി, ഇത് വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാ. ഇതെന്താ ബാറ്റ്സോ? രക്ഷപ്പെട് ഹാപ്പി. പിനാക്കി, നമുക്ക് ഇവിടുന്ന് പോകാൻ നോക്കാം.
കൂടെ വാ. ആൽഫ സാർ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളെ എന്താ സ്വാഗതം ചെയ്യുന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും ആരാ? പിന്നെ എന്തിനാ ഇവിടെ വന്നേ? ആൽഫ സർ, ഞാൻ പിനാക്കി, പിന്നെ ഇത് ഹാപ്പി. എന്റെ പെയിന്റിങ് ഞാൻ ഹാപ്പി ആയിരുന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ ഉറക്കമാകെ നശിപ്പിച്ചു. നിന്നാലും ആൽഫ സാർ. സോറി ആൽഫ സർ, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്, ഞങ്ങളുടെ പാരന്റ്സിനെ രക്ഷിക്കാൻ വേണ്ടി. ഇത് ആൽഫ സാർ ഇങ്ങോട്ട് പോയി. ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ. ഹാപ്പി, ആൽഫ സാർ ഇത് അവിടെ ഉണ്ട്. ആൽഫ സാർ, താങ്കളുടെ റിമോട്ട് ഉണ്ടെങ്കിലേ അവരെ രക്ഷപ്പെടുത്താൻ പറ്റൂ. പ്ലീസ് ഹെൽപ്പ്. റിമോട്ട്? അയ്യോ, പിന്നെ അപ്പുറത്തേക്ക് പോയല്ലോ. ദേ പിന്നെയും വന്നു. എനിക്കൊരു റിമോട്ടിനെ കുറിച്ചും അറിയില്ല. ദാ ഇത് നോക്കൂ ആൽഫ സാർ, താങ്കൾ ബീറ്റ സാറിന്റെയും ഗാമ സാറിന്റെയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയില്ലേ? ഓ, റിമോട്ട്. ഇതിനെ കുറിച്ച് എനിക്ക് അറിയാമല്ലോ. പിന്നെ ഇത് എങ്ങോട്ട് പോയി? പിന്നെ ഇത് അവിടെ ഉണ്ട്. അവിടെ പെട്ടെന്ന് പറയേ, എവിടെയാണ്? എന്തു പറയാൻ? റിമോട്ട് ടിവിയുടെ അടുത്ത് തന്നെ കാണും, ശ്രദ്ധിച്ചു നോക്ക്. TV. അയ്യോ നിൽക്കൂ ആൽഫ സാർ. ആൽഫ സർ, ഞങ്ങൾക്ക് ആ റിമോട്ട് വേണം. അതുകൊണ്ട് വേണം ഞങ്ങൾക്ക് ആ ഗോസ്റ്റ് ക്യാപ്ചറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ. ആ റിമോട്ടോ? പിന്നെന്താ ആദ്യം പറയാഞ്ഞത്? അപ്പൊ ഇവിടെയാണ് റിമോട്ട് ആൽഫ സർ. റിമോട്ടിന്റെ ഒരു പാർട്ട് ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്കത് നിനക്ക് തരാൻ സാധിക്കില്ല. അതെന്താ ആൽഫ സർ? കാരണം നിനക്കത് ചോദിച്ചാൽ മാത്രം കിട്ടില്ല, ടെസ്റ്റിൽ ജയിച്ചാലേ കിട്ടൂ. അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റ് ഞാൻ എന്തായാലും ജയിച്ചിരിക്കും. അത് ശരി, ഇത്രയും കോൺഫിഡൻസോ? പിന്നെന്താ ഇവിടെ നിൽക്കുന്നത്? ആ ഫ്യൂച്ചർ ആരുടെയാണോ ബ്രൈറ്റ് ആകാൻ പോകുന്നത് അവൻ ഫോളോ ചെയ്യും ആ ലൈറ്റ്. ഇത്രേ ഉള്ളൂ. ഞാൻ ദേ വരുന്നു. അയ്യോ നിക്ക് ഹാപ്പി. അയ്യോ കുഴപ്പത്തിലായല്ലോ. എല്ലാ ട്രബിളും ഇല്ലാതെയാകും നീ ഈ അസ്ഥികളുടെ എണ്ണം ഡബിൾ ആക്കിയാൽ. എന്ന് പറഞ്ഞ 3-ന് 6. ഒരു അസ്ഥി നീ കയ്യിലെടുക്കൂ, എന്നിട്ട് ഈ ക്യാൻഡിൽ അണയുന്നതിന് മുൻപ് നിന്റെ അത്ഭുതം കാണിക്ക്. ഇതൊക്കെ ഞാൻ ചെയ്തോളാന്നേ. ഓ നിക്ക് ഹാപ്പി, വെറുതെ നീ ഒന്നും ചെയ്യരുത്, നമ്മുടെ കയ്യിൽ തീരെ സമയമില്ല. നമ്മൾ ഈ ഭൂതങ്ങൾക്ക് ഇതൊക്കെ വെറും നിസ്സാര കാര്യമല്ലേ? ഭൂതങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഭൂതങ്ങളെ പോലെ തന്നെ ചിന്തിക്കണം. അതായത് when in Rome, do as the Romans do. Happy, you are a genius. ചിലപ്പോ ഈ സമസ്യ ഉണ്ടാക്കിയത് പാരീസ് റോമൻ എംപയറുടെ കീഴിലായിരിക്കുമ്പോഴായിരിക്കും. അപ്പൊ ഈ നമ്പറും റോമൻ ആയിരിക്കില്ലേ? ഇതാ നോക്കൂ, 3-ന് പകരം 6. അയ്യോ പിന്നാക്കി സംഭവിക്കുന്നതൊക്കെ എന്താ? റിമോട്ടിന്റെ ഫസ്റ്റ് പാർട്ട്. ജയിച്ചു. കിട്ടിപ്പോയി റിമോട്ടിന്റെ ഫസ്റ്റ് പാർട്ട്. എനിക്ക് മാത്രല്ല, നമുക്ക്. വരൂ വേഗം പോകാം. ആൽഫ സർ, ഞങ്ങൾക്ക് റിമോട്ട് കിട്ടി. ആ കൊള്ളാം മോനെ, അങ്ങനെ അവസാനം നീ ആ റിമോട്ട് സ്വന്തമാക്കിയല്ലേ? ഇനി എനിക്ക് സമാധാനമായി കിടന്നുറങ്ങാമല്ലോ. ആൽഫ സർ, ഒരു ലാസ്റ്റ് റിക്വസ്റ്റ്. താങ്കൾ ഞങ്ങൾക്ക് റിമോട്ടിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് ബീറ്റ സാറിന്റെ അടുത്തെത്താനുള്ള വഴി പറഞ്ഞു തരാമോ പ്ലീസ്? നീയും നിന്റെ ഒരു ഡിമാൻഡും. ഇനി നിനക്ക് ഇവൻ കാണിച്ചു തരും വഴി. ഇയാള് നമ്മളെ ഒരു വഴിയാക്കിയല്ലോ. അയ്യോ കളിക്കല്ലേ കളിക്കല്ലേ കളിക്കല്ലേ. പിടിച്ചടാ. ബീറ്റയുടെ അഡ്രസ് ഈ ഡൈനസോറിന് മാത്രമേ അറിയൂ. ആൽഫ സാർ നമ്മളെ കൺഫ്യൂഷൻ ആക്കി കടന്നു കളഞ്ഞല്ലോ. ഈ ഡൈനോസോർ നമുക്ക് വഴി എങ്ങനെ കൺഫ്യൂസ് ആക്കിയിട്ടല്ല ഹാപ്പി, സൊല്യൂഷൻ തന്നിട്ടാ പോയിരിക്കുന്നേ. ഇനി നമ്മൾ പോകേണ്ടത് പാരീസ് മ്യൂസിയത്തിലേക്ക്. ഇത് കണ്ടോ, അവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പിന്റെ ലേബല്. കൊള്ളാം പിനക്കി, നീ ഗ്രേറ്റ് ആണ്. അല്ല ഈ ഗ്രേറ്റ് മൊമെന്റ് എർത്ത് എങ്ങനെ മാറി? അയ്യോ ഹാപ്പി, ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതിന് മുമ്പ് രക്ഷപ്പെടണം. രക്ഷപ്പെട്ടു. അല്ല ഇത് എന്തോന്ന് വീഡിയോ നോട്ടിഫിക്കേഷനാ? വീഡിയോ നോട്ടിഫിക്കേഷനോ? ദേ നോക്ക്.
അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. ഇത്ര മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയൂ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഭൂതക്കണി ഒരു യഥാർത്ഥ ജയിലാക്കി മാറ്റിയത്. ഭൂതങ്ങളെ കാണണമെങ്കിൽ എന്റെ ഇവന്റ് അറ്റൻഡ് ചെയ്യൂ വിതൗട്ട് ഗെറ്റിംഗ് ഫെയിൽ. എന്റെ പേരാണ് ഗോപടിയ. ഭൂതങ്ങളെ ഞാൻ പേടിപ്പിക്കും. ആ കോപ്പടി അങ്കിള് നമ്മുടെ ഫാമിലി എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റിമോട്ടിന്റെ ബാക്കി പാർട്സും വേഗം കണ്ടുപിടിക്കണം. വേഗം പോക ഹാപ്പി. ഓക്കേ പിനാക്കി. തിരഞ്ഞോണ്ടിരിക്കണം. ഈ പിനാക്കി സ്വയം വലിയ ആളാന്നാ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിൽ അവനേക്കാൾ ചാമ്പ്യൻ ഞാനാ. പക്ഷെ അവൻ അറിയില്ല നമ്മുടെ ഈ കോമൺ ഹെൽത്ത് ട്രാക്കിംഗ് കൊണ്ട് എനിക്ക് അവന് ഈസിയായി ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന്. ഇത്രയും വലിയ മ്യൂസിയത്തിൽ ബീറ്റാ സാറിനെ എങ്ങനെ കണ്ടുപിടിക്കാനാ പിനാക്കി? ഹാപ്പി, ആൽഫ സാറ് ഡൈനോസറിന് ക്ലൂ തന്നിരുന്നു. യെസ് പിനാക്കി. ഡൈനോസറിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ അപ്പ കിട്ടും ബീറ്റാ സാറിനെ. വരൂ ഡൈനോസറിനെ കണ്ടുപിടിക്കാം. വരൂ. മനസ്സിലാകുന്നില്ല ഈ ഡൈനോസേഴ്സിന്റെ ഇടയിൽ നിന്ന് ബീറ്റാ സാറിനെ എങ്ങനെ കണ്ടുപിടിക്കൂന്ന്. പിനാക്കി, ഈ ആൽഫ സാർ പറഞ്ഞു തന്ന വഴി നമ്മളെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന ആർക്കറിയാം? മേളിൽ പോയി നോക്കാം. ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്നാ പിന്നെ അവിടെ നോക്കാം. ഡൈനോസറിന്റെ ഐബോള് ഇത്ര നാളിങ്ങനെ കേടാവാതിരിക്കുന്നത്, അതും ഒരെണ്ണം മാത്രം. എക്സ്ക്യൂസ് മീ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റോ? എനിക്ക് സ്കൂൾ പ്രൊജക്ടിന് വേണ്ടി ആ ഡൈനോസറിന്റെ ഐ കളർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു. ഞാൻ അതിന്റെ കണ്ണൊന്നും കണ്ടില്ലല്ലോ. അയ്യോ, അത് ഡൈനോസറിന്റെ ലെഫ്റ്റ് ആയി. ഓ, ഞാനൊന്നും കാണുന്നില്ല. അയ്യോ, ആ ഗ്രീൻ കളർ ഉള്ളത്. നിനക്ക് പ്രാങ്ക് ചെയ്യാൻ വേറെ ആരെയും കിട്ടിയില്ലേന്ന്? എവിടുന്ന് കുറ്റം വരുന്നതൊക്കെ? പക്ഷേ ഈ ഐബോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ ഈ ഐബോൾ കറങ്ങി നോക്കി പക്ഷെ ഡൈനോസറിനെ കിട്ടിയില്ല. ഹാപ്പി, നീ ഇത് പറ, നിനക്ക് ഐബോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഐബോളോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. അയ്യോ, നിന്റെ അല്ല, ആ ഡൈനോസറിന്റെ ഐബോള്. ഗ്രീൻ ബ്ലൂ പോലുള്ള. യെസ്, അപ്പൊ എന്റെ ഊഹ ശരിയായിരുന്നു. ഈ ഭൂത ഐബോള് ഹ്യൂമൻസിന് കാണാൻ പറ്റില്ല ഹാപ്പി, നമുക്ക് മാത്രമേ പറ്റൂ. ചിലപ്പോ ബീറ്റാ സാറിനെ കണ്ടുപിടിക്കാനുള്ള വഴി അതിന്റെ ഉള്ളിലായിരിക്കും. വേഗം ചെല്ല് ഹാപ്പി, എന്നിട്ട് ഐബോൾ എടുത്തിട്ട് വാ. ഹായ് ക്യാപ്റ്റൻ. ഇനി ഈ ഐബോൾ എന്റെ കയ്യിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതേത് ഭീരുവാണ് എന്നെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നത്? ധൈര്യപ്പെട്ട മുന്നിലേക്ക് വാ. വീണ്ടും അറ്റാക്ക്. ഹാപ്പി ഐബോൾ എടുത്തോണ്ട് ഓടാൻ നോക്ക്. അത് ശരി, എന്റെ ഐബോളിനെ അറ്റാക്ക് ചെയ്യുന്നു. ന്യൂട്രോണിൽ കുളിപ്പിക്കും ഞാൻ, ഇലക്ട്രോൺസ് കൊണ്ട് കത്തിക്കും ഞാൻ. കള്ളന്മാരെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ എന്റെ ന്യൂട്രലൈസ് അറ്റാക്ക്. അയ്യോ, ഇനിയിപ്പോ എന്ത് കുഴപ്പം സംഭവിക്കുന്നേ? എന്താ ഈ സംഭവിക്കുന്നേ? ഈ ഡൈനോസറിന് ജീവനുണ്ടോ ഡാഡി? ഹാപ്പി, സൂക്ഷിച്ച്. അയ്യോ, ഇത് റോളർ കോസ്റ്ററാണോ അതോ ഡൈനോസറാണോ? ഇടികൊണ്ട് ഞാൻ പഞ്ചറായല്ലോ. ഹാപ്പി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു പിനാക്കി? എന്താ ന്യൂട്രലൈസറിന്റെ അടി എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഉക്കറിന്റെ അടിയായിരുന്നു കേട്ടോ. 6 വിരലുകളോ? അയ്യോ, ഇത് ബീറ്റാ സാറാ. ശരിയായി മനസ്സിലാക്കി. ഈ സന്തോഷത്തിൽ നമുക്കൊന്ന് ഡാൻസ് കളിച്ചാലോ? പിന്നാക്കി, ഈ പീറ്റർ സാറ് ഇൻവെന്റർ ആണോ അതോ ഡാൻസ് ഇൻസ്ട്രക്ടർ ആണോ? ഡൈനോസറിന്റെ വാല് വെച്ചാ നമ്മളെ ഡാൻസ് കളിപ്പിക്കുന്നത്. അങ്ങനെ ഫൈനലി മ്യൂസിയത്തിൽ എത്തിച്ചേർന്നു. നല്ല സ്റ്റൈലായിട്ട്. ഒന്ന് അവിടെ നിക്ക. ബീറ്റാ സാറിനെ കാണിച്ചു കൊടുക്കാം. ബീറ്റാ സാർ, സൂക്ഷിച്ചോ നിങ്ങളുടെ ടെയിൽ. ഇപ്പോൾ ഹാപ്പി നിങ്ങളെ ഫെയിലാക്കും. എന്നെ ഫെയിലാക്കുമെന്നോ? പിനാക്കി, അവിടെ നിക്കൊന്ന. ഈ ധീരു സാർ ഇവിടെ എത്തിയോ? പിനാക്കി, വേഗം പിടിച്ചോ. ഹാപ്പി, വേഗം ഐബോളിന്റെ അടുത്തേക്ക് ചെല്ല്. ശരി. അയ്യോ ഹാപ്പി, നീ എവിടേക്കാ പോകുന്നേ?
ഇവര് പറന്ന് കളിക്കുകയാണല്ലോ. ഇവർക്ക് നല്ലൊരു പണി കൊടുക്കാൻ സമയമായി. ഈ ഫ്ലൈയിങ് ഡൈനോസേഴ്സ് അമേസിംഗ് ആണ്. എന്തൊരു ഷോ ഇത്. അയ്യോ ധീരു സാർ ഇത് എവിടെ പോയി? ഈ ചിണ്ടുമിണ്ടു ഇത് എവിടെ പോയി? പിനാക്കി പിനാക്കി ഇത് എവിടെയാ? ആയിബോളെ തൊടാൻ ശ്രമിക്ക പോലും ചെയ്യരുത്. ഓക്കേ, ഞങ്ങൾ ആ ബോൾ തൊടുന്നത് പോലും ഇല്ല. പകരം ഇത് ഇടുക്കാനാ പോകുന്നത്. ആയിബോൾ നിനക്ക് ഒരിക്കലും കിട്ടുകയില്ല. ഓൾറെഡി എടുത്ത് കഴിഞ്ഞു സർ. അയ്യോ ആ കുട്ടി താഴേക്ക് വീഴുക. മമ്മി, അവന് അപകടം പറ്റുള്ളൂ. പിനാക്കി ഞാനിതാ വരുന്നു. ആ കുട്ടിക്ക് നല്ല ഭാഗ്യം. ബീറ്റാ സാർ അപ്രത്യക്ഷനായി പോയല്ലോ പിനാക്കി. അറിയില്ല ഹാപ്പി, ചിലപ്പോ ഈ ബോൾ നമ്മളെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കുമായിരിക്കും. അതിന് ഇവിടുന്ന് പോയാലല്ലേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. ശരി, ഇവിടുന്ന് നമുക്ക് ഇപ്പൊ തന്നെ പോകാം. ഇവിടെ പിനാക്കി ഹീറോ ആയിക്കൊണ്ടിരിക്കുക. ഈ സീറോ ചിണ്ടുമിണ്ടു എവിടെ പോയി ഡൈനോസോറിന്റെ അസ്ഥി എണ്ണുകയാണോ? ചിണ്ടുമിണ്ടു, നിങ്ങൾ ഇവിടെ ഡൈനോസോറിന്റെ തലയിൽ കയറി കളിക്കാൻ വന്നതാണോ, അതോ ആ പിനാക്കിയെ പിടിക്കാൻ വന്നതോ? എങ്ങനെ പൊട്ടിക്കാനായി ആയിബോള്? ഐബോളിൽ കൂടെ നോക്കാണ് വേണ്ടത് ഹാപ്പി, അല്ലാതെ തുറക്കം പൊട്ടിക്കല്ല. ഹാപ്പി, എനിക്കിതിലൊരു നമ്പർ കാണുന്നുണ്ട്. P1245. പില്ലർ എന്ന് വേണേ പറയാൻ പിനാക്കി. എനിക്ക് തോന്നുന്നത് പില്ലറിന്റെ നമ്പർ ആണെന്ന്. നമുക്ക് ഈ പില്ലറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പിനാക്കി. ഇവിടെ കാണുന്നില്ലല്ലോ, എന്നാ അവിടെ നോക്കാം. ഹാപ്പി നോക്ക്, P1245 ഇവിടുത്തെ ഡിസ്പ്ലേയുടെ നമ്പറാണ്. എന്നാ എല്ലാ ഡിസ്പ്ലേ നോക്കാം. P1242, P1243, P1244 വരെ ഉണ്ട്. അപ്പൊ P1245 എവിടെ പോയി? അത് ചിലപ്പോ ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന സെക്ഷനിലായിരിക്കും. നോക്കാം. എത്ര വലിയ ഷിപ്പാ ഇത്. ഹാപ്പി, അത് നോക്ക്. P1245. ചിലപ്പോ റിമോട്ട് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. വേഗം മുകളിലേക്ക് പോകാം. ഈ പിനാക്കി എന്തിനാ ഈ ക്ലോസ്ഡ് സെക്ഷനിലേക്ക് പോകുന്നത്? വരും നോക്കാം. അത് ശരി, ഇവരെന്താ ഇവിടെ എത്തിയോ? പിനാക്കി ഇത് പിടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. ഏണി എങ്ങനെ മുകളിലേക്ക് പോകുന്നത്? ചന്തു, ഇവിടെ ഭൂതം ഉണ്ടെന്ന് തോന്നുന്നു. ആ ഏണി കണ്ടോ, സ്വയം കിടന്ന് ആടുന്നു. ഭൂതവും പ്രേതമൊന്നുമില്ല. രണ്ടുപേരും ഇങ്ങോട്ട് വേം വാ, വന്നെന്നെ സഹായിക്കേ. ഇല്ലെങ്കിൽ ഏണി പോലെ നിങ്ങളെ രണ്ടുപേരും തലകിഴ ആട്ടും ഞാൻ. പിടിക്ക് 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 പിടിക്ക്. നേരത്തെ പറഞ്ഞതല്ലേ ഇവിടെ ഭൂതം ഉണ്ടെന്ന്. അയ്യോ വേണ്ട, ചിണ്ടു വിട്ടു എന്നെ താഴെ ഇറക്ക്. ടൈം പാസ് എന്തായാലും തൽക്കാലം എത്ര മതി. ആ പിനാക്കി പറയേ. ഹാപ്പി, ഈ പൈററ്റ്സ് എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അറിയില്ല, എനിക്ക് തോന്നുന്നു ഇവര് പറയുന്നത് എവിടെ വേണേലും പൊക്കോ, പക്ഷെ ഈ ഭാഗത്തേക്ക് ഒരിക്കലും വരില്ലെന്നാ. ഈ റൂൾസ് ഒക്കെ മനുഷ്യർക്ക് വേണ്ടി ഹാപ്പി. മനസ്സിലായി. ആയി ആയി ക്യാപ്റ്റൻ, ഇതൊക്കെ ഹാപ്പിക്ക് വളരെ നിസ്സാരമല്ലേ. അയ്യോ, എന്നെ പുറകിൽ ആക്രമിക്കുന്നോ? മുന്നിലേക്ക് വാ ശത്രുക്കളെ. അയ്യോ, അവര് ശരിക്കും ഫ്രണ്ടിൽ വന്നല്ലോ. Get ready for the action, happy. ഹാപ്പിയോടെ കബഡി കളിക്കാൻ നിൽക്കുന്നു. എങ്കിലാകെ കൈപിടിയാകും. അവന്മാരുടെ കഥ കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും പിനാക്കി? Be careful, happy. ഇതാരാണ്? ഒരു കണ്ണുള്ള ഭൂതമോ?
ഹാപ്പി ഒരു പക്ഷേ ഇത് ഈ ഭൂതത്തിന്റെ കണ്ണായിരിക്കോ? പക്ഷെ ഇത്രയും ചെറിയ ഐ സോക്കറ്റില് ഇത് എങ്ങനെയാ കേറിയിരിക്കുക? എന്താ ഈ സംഭവിക്കുന്നെ? അയ്യോ ഇതങ്ങ് ചെറുതായല്ലോ. അപ്പൊ ഈ ഐബോള് ഇതിന്റെ തന്നെയാ ഹാപ്പി. പിനാക്കി അങ്ങോട്ട് നോക്ക്, 6 വിരലുകൾ. അപ്പൊ ഈ ഐബോള് ബീറ്റക്കാരന്റെയാണ്. നീ പറഞ്ഞത് ശരിയാ മോനെ. ഹാപ്പി ക്യാറ്റ്. എന്റെ ഐബോൾ എനിക്ക് തിരിച്ചു താ. ഞങ്ങള് താങ്കളുടെ ഐബോള് തിരിച്ചു തരാം. പക്ഷെ ഞങ്ങള് പറയുന്ന കാര്യം ഒന്ന് കേക്ക്. ഞാൻ പിനാക്കി, ഇത് ഹാപ്പിയാണ്. ഇവ ഹാപ്പി ആയാലും സാഡായാലും എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ ഐബോൾ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ തിരിച്ചു തരുന്ന? അൽഫസാരി റിമോട്ടിന്റെ ആദ്യത്തെ പാർട്ട് തന്നിട്ട് രണ്ടാമത്തെ പാർട്ടിന് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ്. നിങ്ങളെ അൽഫ പറഞ്ഞു വിട്ടാന്നോ? അതെ ബീറ്റ സർ, ഞങ്ങൾക്ക് താങ്കളുടെ സഹായം ആവശ്യമുണ്ട്. ഇതാ നിങ്ങളുടെ ഐബോൾ. പക്ഷെ ആദ്യം നിങ്ങൾ ഞങ്ങൾക്ക് ഗാമ സാറിന്റെ അഡ്രസ് പറഞ്ഞു തരണം. ശരി. താങ്ക് യു ബീറ്റ സർ. ഇതാ വാങ്ങൂ. എന്റെ ഐബോൾ. താങ്ക് യു കുട്ടികളെ. അൽഫ തന്ന റിമോട്ടിന്റെ പാർട്സുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബീറ്റയ്ക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരേ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. റിമോട്ടിന്റെ അടുത്ത പാർട്ട് എന്റെ കയ്യിലില്ല. അത് സേഫ് ആക്കി വെക്കാൻ വേണ്ടി ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആർക്ക്? ഒരു സെക്കൻഡ്. ഇതാണ് ക്യാപ്റ്റൻ ലേസിയായ ലൂ, എന്റെ കയ്യിലുള്ള റിമോട്ട് പാർട്ടിന്റെ ബോഡി ഗാർഡ്. ബോഡിയില്ലാത്ത ബോഡി ഗാർഡോ? സോറി 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 സോറി. നിങ്ങൾക്ക് റിമോട്ടിന്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വേഗം സോൾവ് ചെയ്യണം. 2 നമ്പർ 2 ക്വസ്റ്റ്യൻ മാർക്ക്. ശരിയായ നമ്പറിൽ കിട്ടും റിമോട്ട്, തെറ്റായ നമ്പർ ആണെങ്കിൽ ഷാർക്ക്. ഷാർക്ക്? അസ്ഥികളെ കടിച്ചു നിന്ന് അസ്ഥി ഷാർക്കോ? ആർക്കറിയാം ഈ ലേസി അല്ലയോ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. സ്റ്റോപ്പ് വാച്ച്. 120 minutes. ഇത്രയും സമയം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്ത് ഒരു ഉറക്കം കൂടെ അങ്ങ് ഉറങ്ങും അല്ലേ പിനാക്കി? ഇത് 120 മിനിറ്റ്സ് അല്ല, 120 സെക്കൻഡ്സ് ആണ്. എന്ന് വെച്ചാ വെറും 2 മിനിറ്റ് ആണ് ഹാപ്പി. റിലാക്സ് പിനാക്കി, റിലാക്സ്. തിങ്ക്. ഈ നമ്പേഴ്സിന് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. പെട്ടെന്ന് ചിന്തിക്ക് പിനാക്കി. സന്തുവിന്റെ ഫ്ലൈ വിസിറ്റ് അവസാനിച്ചിരിക്കുന്നു. അവന്റെ പുറകെ 2 വാർഡുകളും കൂടെ വരാതിരുന്നാ മതിയായിരുന്നു. ഇനി വെറും 45 സെക്കൻഡേ ബാക്കിയുള്ളൂ. ചിലപ്പോ ഈ നമ്പർ ആയിരിക്കും. ഹാപ്പി നോ. പിനാക്കി പെട്ടെന്ന് ജോഡിയാക്കാൻ നോക്ക്. ഹാപ്പി പറഞ്ഞത് ജോഡിനാ, അതായത് പെയർ. ദാറ്റ്സ് ഇറ്റ് ഹാപ്പി. ഈ നമ്പേഴ്സ് പെയർസ് ആക്കി തന്നെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് 72737. ക്വസ്റ്റ്യൻ മാർക്ക് 75767. പിനാക്കി പെട്ടെന്ന് ജോഡിയാക്ക്. ഇല്ലെങ്കിൽ ഈ ഷാർക്ക് നമ്മുടെ ജോഡി ഇല്ലാതാക്കി കളയും. ഹാപ്പി, നമുക്കാണെങ്കിൽ കയ്യിൽ സമയം ബാക്കിയില്ല. ഐ തിങ്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 172737475767. പിനാക്കി വേഗം. ഓ നോ, ഇനി വെറും 10 സെക്കൻഡേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് ചെയ്യണം. 1 2 3 4. ഷാർക്ക് പോയല്ലോ. പിനാക്കി നീ അത് ചെയ്ത് കാണിച്ചു. ഈ ലൈസിനോവിന്റെ തലയ്ക്കകത്ത് ഇത്രയും ബുദ്ധി എവിടുന്ന് വന്നു പിനാക്കി? എനിക്ക് അറിയില്ല ഹാപ്പി. ഹാപ്പി, റിമോട്ടിന്റെ അടുത്ത പാർട്ടും കിട്ടി. നമ്മളത് ചെയ്ത് കാണിച്ചു ഹാപ്പി. സോറി ഹാപ്പി. ഇറ്റ്സ് ഓക്കേ പിനാക്കി. വെൽ ഡൺ പിനാക്കി.
നീ ഈ റിമോട്ടിന്റെ പാർട്ട് ട്രൂവിലി ഡിസർവ് ചെയ്യുന്നു. താങ്ക് യു പീറ്റർ സർ. താങ്കൾ ഞങ്ങളെ തേർഡ് പാർട്ട് കണ്ടുപിടിക്കാൻ സഹായിക്കോ? ഗാമ സാറിന്റെ അഡ്രസ് പറഞ്ഞു തരാമോ? അഡ്രസ്സിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ ഗാമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാരീസിൽ താമസിച്ചിട്ടും ഐഫൽ ടവർ കാണുന്ന ഇഷ്ടമല്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിൽ മാത്രമേ അവൻ പോകാറുള്ളൂ. അവിടെ നിന്ന് ഐഫൽ ടവർ കാണുന്നത് ഇമ്പോസിബിൾ ആണ്. ഓൾ ദ ബെസ്റ്റ് പിനാക്കി. ബൈ. റെസ്റ്റോറന്റ്? ഈ ഭൂതൽ മാപ്പിക്കട നോക്കിയിട്ട് ഈ പാരീസ് മുഴുവനും ഇഷ്ടം പോലെ റെസ്റ്റോറന്റ് ഉണ്ട്. പിന്നെ ഇൻഫാക്ട് ഒരെണ്ണം ഐഫിൽ ടവറിലും ഉണ്ട്. ഐഫിൽ ടവറിൽ റെസ്റ്റോറന്റ് ഉണ്ടോ? വാ ഹാപ്പി, ഉറപ്പായിട്ടും ഗാമ സാർ അവിടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ എങ്ങനെ? അതായത് ഐഫിൽ ടവറിലിരുന്ന് ഐഫിൽ ടവർ കാണുന്നത് ഇമ്പോസിബിൾ ആണ്. ആ, അത് ശരിയാണല്ലോ, ഞാനത് ആലോചിച്ചില്ല. യു ആർ വെരി സ്മാർട്ട് പിനാക്കി. കോപ്പടി ആ കെണി തുറക്കും മുമ്പ് നമുക്ക് വേഗം തന്നെ ആ റിമോട്ടിന്റെ തേർഡ് പാർട്ട് കണ്ടുപിടിച്ചേ പറ്റൂ. വാ വേഗം പോവാം. വേഗം എന്തെങ്കിലും ചെയ്ത് ഈ ഗോപ്പടിയെ നമുക്ക് തടഞ്ഞേ പറ്റൂ. ഭൂതക്കിണി തുറക്കാനുള്ള എന്റെ ഫോർമുല റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ഏതായി ഭൂതങ്ങൾ എന്നിട്ട് ചാടിക്കാതെ അതിങ്ങി തരാൻ. ഈ ലിക്വിഡ് പോലെ നിന്നെ വായുവിലേക്ക് പറപ്പിക്കും ഞാൻ. അങ്ങനെ ലിക്വിഡ് ഫോർമുല കിട്ടി എനിക്ക്. എന്റെ കോട്ടയ്ക്കുള്ളിൽ ഭൂതങ്ങൾ വിളയാടുന്നു. ഒരെണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല, അതെത്ര ശക്തനായാൽ പോലും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഡിയർ ഭൂതങ്ങളെ. ഐ ഫൈനലി സീ എന്റെ 30 yearsലെ കഷ്ടപ്പാട് സഫലമായിരിക്കുന്നു. വരൂ എന്റെ കൈകളിലേക്ക് എന്റെ പ്രിയ ഭൂതമേ. എനിക്ക് പെട്ടെന്ന് ഉണങ്ങിയേ പറ്റൂ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഗപ്പു. എനിക്ക് ആ ഭൂതത്തിനെ പിടിക്കണം. അവൻ വീണ്ടും അപ്രത്യക്ഷനായോ? ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മറഞ്ഞിരിക്കുന്ന ഭൂതത്തെ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസ്ഥികൂടമായി കാണാം. ഈ ഭൂതങ്ങളെ വെള്ളം യൂസ് ചെയ്ത് നിങ്ങളെ ഞാൻ ഇല്ലാതാക്കി കളയും. ഇത് വലിയ കുഴപ്പമായല്ലോ. പിനാക്കിയോട് പറഞ്ഞേ പറ്റൂ. സന്തു, ഓ സന്തു, പിനാക്കിയെ കണ്ടു കിട്ടിയോ? ഇല്ല സാർ, ഇപ്പൊ തന്നെ ട്രാക്കർ ഓണാക്കി നോക്കാം അവൻ എവിടെയാണെന്ന്. കിട്ടിയ ആ മണ്ടനെ. അല്ല സാറേ, പിനാക്കി പിനാക്കി. സാർ വേഗം വാ സാർ, അവൻ ഇവിടെയുണ്ട്. ഗപ്പുന്റെ ഫോണാണല്ലോ. പിനാക്കി ഹാപ്പി, കോപ്പടിയേക്ക് മനസ്സിലായി കഴിഞ്ഞു വെള്ളം വീണാൽ നമ്മൾ പവർലെസ് ആകുമെന്ന്. എന്താ? അയാൾ ആന്റി അങ്കിളിനെ കണ്ടിരുന്നോ? ഇതുവരെ ഇല്ല, പക്ഷെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. അത് വർക്കായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൂടെ കിട്ടും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ റിമോട്ട് കൊടുത്ത് വേഗം ഇവിടെ എത്തണം. യെസ് ഗപ്പു, ഇനി ഗാമ സാറിന്റെ കയ്യിൽ നിന്ന് റിമോട്ടിന്റെ ലാസ്റ്റ് പാർട്ട് കിട്ടണം. ഓൾ ദി ബെസ്റ്റ്, കം സൂൺ. നീ കേട്ടല്ലോ ഹാപ്പി, സമയം തീരെ കുറവാ. യെസ് പിനാക്കി, നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. സന്തു, നിന്നെ മിന്റ് പിടിച്ച് കടിച്ചോ? ഈ പകൽ വെളിച്ചത്തില് പിനാക്കിയെ പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിനക്ക് ഭൂതത്തെ കാണാൻ പറ്റുന്നത്, നല്ല സ്റ്റൈലായിട്ട്. അയ്യോ സാറേ, ആ ഭൂതം പിനാക്കി തന്നെയാണ്. അവന് വേണ്ടിയാ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അവൻ എങ്ങനെയാന്നറിയില്ല, അവൻ ഐഫിൽ ടവറിൽ എത്തിയിട്ടുണ്ട്. എന്ത്? ഐഫിൽ ടവറിലോ? സാർ, വീണ്ടും അവൻ അപ്രത്യക്ഷനാവുന്നതിന് മുമ്പ് നമുക്ക് അവനെ കണ്ടുപിടിക്കാം. ടാക്സി! ഡ്രൈവർ ഏട്ടാ, ഡ്രൈവർ ഏട്ടാ, ടാക്സി ഒന്ന് പറപ്പിക്ക. പിനാക്കിയുടെ അടുത്ത് എത്തിക്ക, നല്ല സ്റ്റൈലായിട്ട്. ഇനി എന്റെ ഈ ലിക്വിഡ് ഫോർമുലയിൽ ഭൂതങ്ങളെ ഇറക്കി ഭൂതങ്ങളെ നേരിട്ട് കാണുന്ന ലോകത്തെ ആദ്യത്തെ ആൾ ഞാനായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ നേരം ഒളിച്ചിരിക്കാൻ കഴിയില്ല. അയ്യോ വേണ്ട, ഈ ഗോപടിയെ നമ്മുടെ ആന്റിയെ തീർച്ചയായും കാണും. ഇനി ഈ ഭൂതങ്ങളെ കാണാനുള്ള സമയം. അയ്യോ വേണ്ട, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഐഡിയ
നിൽക്കൂ ബോസ്. ഇപ്പൊ തന്നെ നീ എന്റെ ലിക്വിഡ് ഫോർമുലയെല്ലാം വെള്ളത്തിലാക്കിയേനെ. ബോസ്, ഒറ്റയ്ക്കായിരുന്നപ്പോഴേ എല്ലാരും ഭൂതത്തിനെ കണ്ടിട്ടുള്ളൂ. താങ്കൾ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ബിഗ് റിവീൽ ചെയ്യാൻ പോവാണ്. ആ ഫീൽ വ്യത്യസ്തമായിരിക്കും. പിന്നെ വൈറലാകും അതിന്റെ റീൽ. എല്ല് കടിച്ചിട്ട് കൊള്ളാലോ ഡാനി, നീ വളരെ ബുദ്ധിമാനാണ് കേട്ടോ. അങ്ങനെ അവസാനം നിന്നെ എനിക്ക് മനസ്സിലായി. നീ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, എല്ലു കടിച്ചിട്ട്. നീ കാണുന്ന പോലെയുള്ള ഒരാളല്ല. നീ എന്റെ കൂടെ നിന്നു എന്ന് കരുതി എന്നെ പോലെ ഗ്രേറ്റ് സയന്റിസ്റ്റ് ഒന്നും ആവില്ല, പക്ഷേ ഗ്രേറ്റ് അസിസ്റ്റന്റ് ആയിരിക്കും. കാര്യം നടന്നു, എല്ല് കടിച്ചിട്ട്. ഇനി നീ ഇവിടെ വന്ന് നിന്ന് എന്റെ വായി നോക്കുകയാണോ, അതോ ഒരു ഗ്രാൻഡ് പ്രസ് കോൺഫറൻസ് ഇവന്റ് റെഡിയാക്കുമോ? ഒരു ഗ്രാൻഡ് റിവീൽ. ഗ്രാൻഡ് പ്രസ് കോൺഫറൻസ്, ഗ്രാൻഡ് റിവീൽ. ആ ശരി, ഇപ്പൊ തന്നെ ചെയ്യാം. പിനാക്കി, കണ്ടിട്ട് തോന്നുന്നു ഇവിടെ എന്തോ വലിയ ഫംഗ്ഷൻ നടക്കാൻ പോവാണെന്ന്. ഇനി നമ്മൾ വരുന്നതിന്റെ ആഹ്ലാദ പ്രകടനം വല്ലതും ആണോ? ഗ്രാൻഡ് റിവീൽ നോട്ടിഫിക്കേഷൻ ഇന്ന് രാത്രി 8 മണിക്ക് ഒരു അത്യുഗ്രൻ ബ്ലാസ്റ്റ്. അത് കേട്ട് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഇളകിപ്പോകും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഭൂതമല്ല 2 ഭൂതങ്ങളെ ലൈവായിട്ട്. അതുകൊണ്ട് ലേറ്റ് ആവരുത്, കൃത്യസമയത്ത് തന്നെ വരിക. At 8? വെറും 2 മണിക്കൂറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അങ്കിളിനും ആന്റിക്കും ഞാൻ ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. വേഗം വാ. താങ്കൾ വിഷമിക്കൊന്നും വേണ്ട മാനേജർ സാറേ, ഞങ്ങൾ ഒളിച്ചോടി എങ്ങും പോകാൻ പോകുന്നില്ല. എനിക്കറിയാം ധീരു സാർ മനഃപൂർവ്വം ലേറ്റ് ആവുന്നതാണെന്ന്. കാരണം അങ്ങേരുടെ പ്രിയപ്പെട്ട പിനാക്കി നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി. ഡ്രൈവർ ചേട്ടാ, ലെറ്റ്സ് ഗോ. ഡോണ്ട് വറി, യുവർ വിൽ ഐ വിൽ. സന്തോ, എന്നെ കുഴപ്പത്തിലാക്കിയിട്ട് നീ എങ്ങോട്ടാ പോകുന്നേ? നിക്ക. The restaurant is full, sir. You have to wait at least for 2 hours. ഹാപ്പി, ഇയാള് 2 മണിക്കൂർ നിൽക്കാനാ പറയുന്നേ. നമുക്ക് 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാനില്ല. എന്ത് ചെയ്യും? ഉഗ്രൻ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്റെ ഈ തലയിൽ. കേൾക്ക്. എന്താ റെഡി? റെഡി. ഇപ്പൊ ഞാൻ പിനാക്കിയെ കൊണ്ടുവരാം. ഓ ഹലോ, റെസ്റ്റോറന്റ് വെളിയിൽ ആർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുക? ഭക്ഷണം കൊടുക്കാൻ പോവല്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പോവുക. വെയിലത്ത്. എന്ത് വെയിലത്തോ? വേഗമാകട്ടെ, വേഗം വന്ന് ടേബിളിനടിയിലേക്ക് കേറ്. ശരി, ആഹാരം വേവിച്ചു. ഇത്ര പെട്ടെന്നോ? ഹാപ്പി, ശ്രദ്ധിച്ചു നോക്കണം. ഗാമ സാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. യെസ് പിനാക്കി, ഗാമ സാറിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. ഹാപ്പി, അത് നോക്ക്, ഗാമ സാർ. വേഗം പോകാം. പിനാക്കി, അയ്യോ ഹാപ്പി, എന്താ ചെയ്യുന്നേ? ഡോണ്ട് വറി പിനാക്കി. Why fear when happy is here? ഗാമ സാർ എവിടെ പോയി? നിങ്ങൾ എന്തായി ചെയ്തത്? മുഴുവൻ ഡ്രിങ്ക്സ് കളഞ്ഞല്ലോ. ഞാനെങ്ങനെ ഇവിടെ? എന്താ ഈ സംഭവിച്ചത്? ഇനി ഇതെല്ലാം ഞാൻ വൃത്തിയാക്കണം. പിനാക്കി, എല്ലാം കുഴപ്പമായല്ലോ. ഗാമ സാർ ആണെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കളയുകയും ചെയ്തു. ഇല്ല, പോയിട്ടില്ല. ഹാപ്പി, അത് നോക്ക്, ഗാമ സാർ. അദ്ദേഹം എങ്ങോട്ട് പോകുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഫോളോ ഹിം. ഇനി അദ്ദേഹം മേക്കേഴ്സ് ചേമ്പേഴ്സിലേക്കാണോ പോകുന്നേ? വരൂ, അദ്ദേഹത്തെ ഫോളോ ചെയ്യാം. ഓ, ഈ സമയത്താരാ എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നത്? ആ ഗപ്പാണല്ലോ. ഹാപ്പി, എന്റെ ആ ഗ്രാൻഡ് റിവീലിന്റെ കുഴപ്പം കാരണം ഈ കോപ്പടിയ അങ്കിളിനെ ആന്റീനെ റിവീൽ ചെയ്യാൻ വേണ്ടി ഐഫിൽ ടവറിന്റെ അടുത്ത് ഗ്രാൻഡ് പ്രസ് കോൺഫറൻസ് ചെയ്യാൻ പോവാ. എന്ത്? ഞങ്ങൾ അയാളുടെ പുറകെ ആ പ്രസ്
പ്രസ് കോൺഫറൻസ് ആക്കി മാറ്റാൻ പോവാ. നിങ്ങൾ രണ്ടുപേരും എവിടെയാ? പിന്നെ റിമോട്ട്? ഡോണ്ട് വരി ഗപ്പു, റിമോട്ടിന്റെ തേർഡ് പാർട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളും ഐഫിൽ ടവറിൽ വന്നിരിക്കുക. കോപ്പടി ഇവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ റിമോട്ട് സ്വന്തമാക്കി അവനെ ഇവിടെ വെൽക്കം ചെയ്യാൻ നിക്കാം. ലെറ്റ്സ് ഗോ ടു ദ മേക്കേഴ്സ് ചേംബർ. ഹാപ്പി? ശരി. ഈ ഗാമാ സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ, പിന്നെ എങ്ങോട്ട് പോയി? ഹാപ്പി, ഗാമ സാറിനെ കണ്ടോ നീ? ഇവിടെ കാണുന്നില്ലല്ലോ. എന്നാ നമുക്ക് അകത്ത് പോയി നോക്കാം. ഇത് അകത്തുനിന്ന് ലോക്കാന്ന് തോന്നുന്നു. ഹാപ്പി, ഡോണ്ട് വറി പിനാക്കി, ഇത് ഹാപ്പിയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, നോക്കിക്കോ. വെൽക്കം. താങ്ക് യു ഹാപ്പി. പക്ഷെ ഗാമ സാറിനെ ഇവിടെയും കാണുന്നില്ലല്ലോ. ഹാപ്പി, ഈ ചേംബർ കാലിയാണല്ലോ. പിനാക്കി പറയൂ, എവിടെ അന്വേഷിക്കണം നമ്മുടെ ഗാമ സാറിനെ? നമ്മൾ അന്വേഷിക്കുന്ന ഗാമ സാർ, അദ്ദേഹത്തെ ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. വളരെ നന്നായിട്ടുണ്ട്. ഗാമ സാർ, ഞാനാണ് പിനാക്കി. പിന്നെ ഇതാണ് എന്റെ ബ്രദർ ഹാപ്പി. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. ഐ നോ നിങ്ങളെ രണ്ടുപേരെയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ദീറ്റ എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾ വരുമെന്ന്. നിങ്ങളുടെ പേരൻസ് ഗോസ്റ്റ് കെണിയിൽ പെട്ടുപോയല്ലേ? ഐ നോ. അതെ ഗാമ സാർ, ഞങ്ങൾക്ക് അവരെ രക്ഷിക്കാനുള്ള സമയം പോലും തീരെയില്ല. വളരെ സമയം കുറവാണ് നിങ്ങൾക്ക്. 2 മിനിറ്റ്സിനുള്ളിൽ ഐഫൽ ടവറിലെ ലൈറ്റുകൾ സ്പാർക്കിൾ ചെയ്യാൻ തുടങ്ങും. അത് വെറും 5 മിനിറ്റ് മാത്രം. ആ സ്പാർക്ലിംഗ് ലൈറ്റ് നിങ്ങളെ റിമോട്ടിന്റെ അവസാന പാർട്ടിലേക്ക് എത്തിക്കും. ഇതും മെലറ്റ്, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? അസ്ഥിയിൽ താളം പിടിക്കണം. ഇതെന്താ സംഭവിക്കുന്നത് പിനാക്കി? എന്തെങ്കിലും മനസ്സിലായോ ഹാപ്പി? ഈ മാലറ്റ് വെച്ച് വായിക്കുന്ന അസ്ഥികളുടെ സൈലോഫോൺ. നമുക്കിനി ഇതിന്റെയും അതുപോലെ ലൈറ്റ്സിന്റെ കാര്യങ്ങൾ ശരിയാക്കണം. ലെറ്റ്സ് ഗോ. ടൈം വളരെ കുറവാ ഹാപ്പി. എനിക്ക് നിന്നെ പോലെ പറന്ന് താഴേക്ക് വരാൻ പറ്റില്ല. പക്ഷെ ജമ്പ് ചെയ്യാൻ പറ്റുമല്ലോ. എന്നുവെച്ചാ അതൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. ഇത് ഡാൻസിന് വേണ്ടി, ഇത് അനൗൺസിന് വേണ്ടി, ഇത് സ്കേറ്റ് ചെയ്യാൻ വേണ്ടി. മത്തങ്ങ, ഈ മത്തങ്ങ അതിനടുത്ത്. അയ്യോ ഹാപ്പി, നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറ. നീ കാരണം ഇപ്പൊ 3 സെക്കൻഡ് നഷ്ടപ്പെട്ടു പോയേ. ഓ എന്റെ പിനാക്കി, പറക്കാൻ പോവല്ലായിരുന്നോ ഞാൻ? നോക്ക്, ഇതുകൊണ്ട് നമുക്ക് പറക്കാം. എങ്ങനെയുണ്ട് പിനാക്കി? ആൻഡ് ഓഫ് കോഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ഓ ഇത് കൊള്ളാം ഹാപ്പി. ഓ നമുക്ക് വേഗം താഴത്തേക്ക് പോണം. റെഡി പിനാക്കി? യെസ് ഹാപ്പി. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചോ? വായിക്കുകയും ചെയ്തു, അത് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി പോകാം. കൊള്ളാമല്ലോ പിനാക്കി, നീ പറക്കുന്നതിൽ ഭൂതങ്ങളെക്കാൾ പ്രോ ആയല്ലോ. ബ്രോ നീയാണ് ബ്രോ. ഈ സൊല്യൂഷൻ അഡ്വഞ്ചറസ് അല്ലേ, അതുപോലെ ഫാസ്റ്ററും. ഐ നോ പിനാക്കി. ഹാപ്പി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഇതൊന്നും ഇവിടെ അലൗഡല്ല. പിടിക്കാതെ. ഓ നോ ഗോഡ്സ്, എന്തെങ്കിലും ചെയ്യ് ഹാപ്പി. പിനാക്കി സൂക്ഷിച്ച്. കൊള്ളാം പിനാക്കി, രക്ഷപ്പെടുകയും ചെയ്തു, അവരെ കൊടുക്കുകയും ചെയ്തു. എവിടെ പോയാ ചെറുക്കൻ? രക്ഷപ്പെട്ടു ഹാപ്പി. അല്ല ഹാപ്പി, ദാ നോക്ക്, ലൈറ്റ്സ് സ്പാർക്കിൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. പിനാക്കി, എനിക്ക് തോന്നുന്നത് ഈ ഗാമാസർ നമ്മളെ കൊണ്ട് ഈ ലൈറ്റ് വെച്ച് കളിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന്. ഹാപ്പിക്കാണെങ്കിൽ, അതായത് എനിക്ക് ഇതിന്റെ ക്ലൂവിന്റെ CV പോലും മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യും? അല്ല ഹാപ്പി, എന്തുകൊണ്ട്? സൂക്ഷിച്ചു നോക്ക്. ഇനി വല്ല പാറ്റേണും ആണോ? സ്പാർക്ലിംഗ് ലൈറ്റ് നമുക്ക് ക്ലൂ ആണ് തരുന്നത്, ഒരു മ്യൂസിക്കൽ പീസിന്റെ ക്ലൂ. പക്ഷേ ഈ മ്യൂസിക്കൽ പീസിന്റെ ക്ലൂ വായിക്കാൻ പറ്റിയ ആരാ ഇവിടെ ഉള്ളത്? എന്താ ഹാപ്പി ഇത്? സോറി ഹാപ്പി അങ്ങ് മറന്നുപോയി. ഞാൻ റോക്ക് സ്റ്റാർ ആണെന്നും കൂൾ ആണെന്നും. പക്ഷെ ഹാപ്പി, ആ പാറ്റേൺ എന്തായാലും നോട്ട് ചെയ്യണം. നമുക്കത് ചിലപ്പോ പ്രയോജനപ്പെട്ടാലോ? ശരിയാ പിനാക്കി നീ പറഞ്ഞത്, ഞാനത് നോട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. ഹാപ്പി, സെക്കൻഡ് പാറ്റേൺ. സെക്കൻഡ് ഞാൻ നോട്ട് ചെയ്തു. ഇനി ഇത് തേർഡ് കോമ്പിനേഷൻ. ഇത് 4 റെഡി. അടുത്തതായി ഫിഫ്ത്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് 5 പാറ്റേൺ നോട്ട് ചെയ്തു പിനാക്കി. ഗ്രേറ്റ് ഹാപ്പി. ഇനി വേഗം വാ. ഹാപ്പി, ഓൾ ദി ബെസ്റ്റ്. പക്ഷെ ശ്രദ്ധിച്ചോണം, ഒരു കുഴപ്പമുണ്ടാക്കരുതേ. കുഴപ്പോ? ഞാനോ?
മ്യൂസിക് ഒക്കെ ഞാൻ കണ്ണടച്ചു വായിക്കില്ലേ? ഹാപ്പി, നിന്റെ ഓവർ കോൺഫിഡൻസ് എല്ലാം നശിപ്പിച്ചു. ഞാൻ തന്നെ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓ സോറി പിനാക്കി. ഓവർ കോൺഫിഡൻസ് കൊണ്ട് കുഴപ്പത്തിലായി പോയി ഞാൻ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. കൃത്യമായിട്ട് വായിച്ചോളാം ഞാൻ. നീ കണ്ടോളൂ. ആദ്യത്തെ ട്യൂൺ കറക്റ്റ് ആയിട്ട് വായിച്ച ഹാപ്പി. ഇനി സെക്കൻഡ് ട്യൂൺ. യെസ്. നൗ തേർഡ്. ഇനി വരെ രണ്ടെണ്ണുള്ളൂ ബാക്കി. ഇനി ഇത് അവസാന ട്യൂൺ പിനാക്കി. ഇത് wrong tune ആയി പോയല്ലോ. അയ്യോ, നീ എന്താ ചെയ്തത് എന്റെ ഹാപ്പി? സ്വയം കുടുങ്ങുകയും ചെയ്തു. ആ റിമോട്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ? ഇനി എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ ലൈറ്റിന്റെ പാറ്റേൺ പോലും ഓർമ്മയില്ല. ആ ശരിയാ, ആ നോട്ട്. ഹാപ്പി, നീ ആ നോട്ട് എവിടെ വെച്ചിരിക്കുന്നേ? താഴത്ത് വെച്ച് ആ ലൈറ്റിന്റെ പാറ്റേൺ എഴുതിയില്ലേ? അത് ഈ പോക്കറ്റാണോ? ഇത് എന്താ എന്റെ ഹാപ്പി? ഹാപ്പി, നീ ആ നോട്ട് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോ? യെസ്, കിട്ടിപ്പോയി. പക്ഷെ ഹാപ്പി, ഞാൻ നിന്നെ പോലെ മ്യൂസിക്കിൽ പ്രോയൊന്നുമല്ല. എങ്കിലും ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റൂ. ഈ കുട്ടി ഇതിൽ ഒരിക്കലും തോൽക്കാൻ പാടില്ല. കൊണ്ടുവാ, ആ മാലറ്റ് എനിക്കിതാ. ഞാൻ ഫ്രീ ആയി പിനാക്കി. റിമോട്ടിന്റെ മൂന്നാമത്തെ പാട്ട് കിട്ടിപ്പോയി എന്റെ ഹാപ്പി. അങ്ങനെ നമ്മൾ ചെയ്ത് കാണിച്ചു ഹാപ്പി. പിനാക്കി, മ്യൂസിക് നോളജ് ഇല്ലാതെ തന്നെ എത്ര മനോഹരമായി നീ അത് വായിച്ചു. ഗുഡ് ജോബ് ബോയ്സ്. വാട്ട് എ സിംഫണി, വാട്ട് എ സിൻക്രണൈസ്ഡ് സൗണ്ട്. ഇറ്റ് വാസ് മ്യൂസിക് ടു മൈ ഇയേഴ്സ്. ഇതിപ്പോൾ നിന്റേതായി. ഒരു ചെറിയ പ്രോബ്ലമേ ഉള്ളൂ. ഇനി എന്ത് പ്രോബ്ലം? ഈ റിമോട്ട് വർക്ക് ചെയ്യില്ല. ഓ നോ, ഇനി എന്ത് ചെയ്യും? റിമോട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് ഇങ്ങനായത്. അതായത് പുസ്സായി പോയി. മെല്ലറ്റില്ലാത്ത സൈലഫോൺ പോലെ. അങ്ങനെ ആ രാത്രി തന്നെ ഞങ്ങൾ ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷരായി. ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? നോ, ഇവിടെ വരെ വന്നിട്ട് ഞങ്ങൾക്ക് തോൽക്കാൻ വയ്യ. അങ്കിളിനെ ആന്റിയെ സഹായിച്ചേ പറ്റൂ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഈ റിമോട്ട് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണില്ലേ ഗാമ സർ? ഈ ഹാപ്പിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന പോലെ തുറക്കാൻ നോക്കരുത്. അത് തകർന്നു പോകുന്നേ. ഫൈറ്റിംഗ് ചെയ്യുന്ന താങ്കളാണ്. ഞാനിത് ശരിയാക്കാൻ നോക്കണം. ഹാപ്പി എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ precious remote. സോറി സർ. രക്ഷപ്പെട്ടു. എന്തായാലും റിമോട്ടിന് ഒരു കുഴപ്പമില്ല. ഇതെന്താ ഗാമ സർ? ഇത് നോക്കിയേ, ബാറ്ററി കേസില് ബാറ്ററി തലതിരിച്ചിട്ടിരിക്കുന്നേ. താങ്ക് യു ഹാപ്പി. അറിയാതെയാണെങ്കിലും നീ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു കേട്ടോ. അത് ശരി. മെൻഷൻ നോട്ട്. അത് ശരി. ഒന്ന് നോക്കട്ടെ. ഇത് ഉറപ്പായും ആ മണ്ടൻ ആൽഫയുടെ പണിയായിരിക്കും. കൊള്ളാലോ, ഇത് ആക്ടിവേറ്റ് ആയി. താങ്ക് യു സോ മച്ച് പിനാക്കി. നീ ഞങ്ങൾ 3 സയന്റിസ്റ്റുകളുടെ റെപ്യൂട്ടേഷൻ ഉയർത്തി. ഇനി പെട്ടെന്ന് ചെല്ല്, എന്നിട്ട് നിന്റെ പേരൻസിനെ രക്ഷിക്ക്. താങ്ക് യു സോ മച്ച് ഗാമ സർ. ഓൾ ദി ബെസ്റ്റ് പിനാക്കി. വരൂ ഹാപ്പി. വരൂ. ഗപ്പുന്റെ ഫോൺ. പിനാക്കി ഹാപ്പി, കോപ്പടിയായിട്ട് പ്രസ് കോൺഫറൻസ് ഉടൻ തന്നെ ആരംഭിക്കാൻ പോവാണ്. ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയാ? പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ ഗപ്പു, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം.
നമ്മൾ എവിടെയുണ്ട്, റിമോട്ട് എവിടെയുണ്ട്, പിന്നെ ആ തലതിരിഞ്ഞവരും ഗോപ്പടി എന്ന് വെച്ചാൽ ഗോപ്പടി ഇവിടെ ഉണ്ടെന്ന്. ഇനിയാണ് മോനെ രസം. പക്ഷെ ജോലി ഇനിയും ബാക്കിയാണ് ഹാപ്പി. ലെറ്റ്സ് ഫിനിഷ് ദ ടാസ്ക്. ഹാപ്പി പിനാക്കി, നിങ്ങൾ ഏതായാലും ടൈമിൽ തന്നെ വന്നത് നന്നായി. കോപ്പടി ഏത് നിമിഷവും ഇവിടെ എത്തിച്ചേരും. അപ്പോഴേക്കും നമുക്കതൊക്കെ തുടങ്ങി വെക്കാം. ലെറ്റ്സ് ഗോ ആൻഡ് ക്രാഷ് ദ ഷോ. എന്ത് പറ്റി പിനാക്കി? ഈ സ്റ്റേജിലും അങ്കിൾ കോപ്പടിയുടെ എന്തെങ്കിലും മാന്ത്രിക വിദ്യ ഉണ്ടെങ്കിലോ? ആദ്യം ഞാനും ഹാപ്പിയും പോയിട്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങളെ വിളിക്കാം. ശരിയാ പറഞ്ഞു പിനാക്കി. വാ നമുക്ക് പോവാം. സന്തു വേഗം വാ. സന്തു ഇവിടെയോ? സന്തു വേഗം വാ, അല്ലെങ്കിൽ ഗോസ്റ്റിനെ കാണാനുള്ള അവസരം കിട്ടില്ല. ഗോസ്റ്റിനെ കാണാൻ പറ്റിയോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ കാണുന്ന ഇതൊക്കെയില്ലേ, ഇതിന്റെ രസം ആസ്വദിക്കേ. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ പോവുകയാണ്. അങ്കിളിന്റെ ഗ്രാൻഡ് റിവീൽ ഗോസ്റ്റിന്റെ ലൈഫ് കാണാൻ പോവുകയാണ്. അങ്കിൾ എത്ര ഫേമസ് ആവുമെന്ന് നീ കണ്ടോ? ഫേമസ്? അയ്യോ എനിക്കും ഫേമസ് ആവണം. അയ്യോ ഞാൻ എന്റെ ഡോണറ്റ് ഒന്ന് എടുത്തോട്ടെ. ഹാപ്പി വേഗം. അങ്കിൾ കോപ്പടിയുടെ പ്ലാൻ ഒക്കെ ഇപ്പൊ തന്നെ ഫ്ലോപ്പ് ആക്കിയില്ലെങ്കിൽ ഭൂതങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫുൾ സ്റ്റോപ്പ് ആയി പോകും. വേഗം വാ. സൂക്ഷിച്ച് വേണം പിനാക്കി, ആ സന്തു നിന്നെ കാണാൻ പാടില്ല കേട്ടോ. കുറച്ച് സമയം കൊണ്ട് അങ്കിൾ ഗോപ്പിടിയ ഗോസ്റ്റിനെ റിവീൽ ചെയ്യും. ഇതാകെ അഴുക്കായല്ലോ. പിനാക്കി, അങ്ങനെ ആ പിനാക്കി എന്റെ കയ്യിൽ തന്നെ കിട്ടി. നീരു സാർ, ഇയാളെന്താ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ വിളിക്കുന്നത്? ഹലോ സന്തോ, പിനാക്കിയുടെ ടെൻഷൻ തന്നെ കുറവായിരുന്നടാ. നിങ്ങൾ 3 പേരും ഇത് എവിടെ പോയിരിക്കുക? ഒളിച്ചു കളിക്കുക? മതിയാക്കാൻ നോക്ക. നിങ്ങൾ ശരിക്കും ലേറ്റ് ആണ്. വേഗം ഹോട്ടൽ ഗേറ്റിന്റെ ഫ്രണ്ടിലേക്ക് വാ. സാർ താങ്കൾ വേഗം ഇങ്ങോട്ട് വാ. ഞാനോ? എവിടെ? അയ്യോ ഇവിടെ, ഞാനും ചിണ്ടുവും മിണ്ടുവും ഉള്ള സ്ഥലത്ത്. പക്ഷെ എവിടെയാണെന്ന് പറ. എവിടെ എവിടെ? നല്ല സ്റ്റൈലായിട്ടോ. എന്താ തീരു സാറേ, എത്ര നേരെ പറഞ്ഞിരുന്നു ഐഫിൽ ടവറിലെ പ്രസ് കോൺഫറൻസിലേക്ക് വരാൻ. ഇവിടെ എല്ലാ റിപ്പോർട്ടേഴ്സിന്റെ മുൻപിൽ വെച്ച് ചിണ്ടു മിണ്ടുവിന്റെ അങ്കിൾ ഭൂതത്തിനെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ആ പിനാക്കിയും ഉണ്ട്. ഇതെന്ത് പറ്റി? ഹലോ സന്തോ, ഹലോ 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 ധീരു സാർ. നെറ്റ്വർക്ക് പോയത് എന്തായാലും നന്നായി. ഹലോ, ഇതെന്താ ഫോൺ കട്ടായോ? എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഓ ഡോക്ടർ കോപ്പടിയോ, ഒന്ന് വേഗം വാ. ഗോപ്പടിയുടെ ഭൂതങ്ങളെല്ലാം ഇറങ്ങി ഓടിപ്പോയി കാണും. വീണ്ടും വരെ പിടിക്കാനുള്ള സഹായം വല്ലതും വേണോ? വെൽക്കം എവരിവൺ. ഞാനാണ് കോപ്പടിയ, ഭൂതങ്ങളെ പേടിപ്പിക്കുന്നവൻ. ഭൂതങ്ങളെ പേടിപ്പിക്കുന്നത് കോപ്പടിയുടെ ഒരു കുസൃതി മാത്രമാണ്. എത്ര സ്മാർട്ടായ ഭൂതമായാലും കൈപ്പിടിയിലൊതുക്കും. നിങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ പിടിച്ചിട്ടുണ്ട് ഭൂതങ്ങളെ. ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു ഭൂതക്കെണി. ഭൂതക്കെണി, ഭൂതക്കെണി. ഇതാ കാണൂ ഭൂതക്കെണി. ഭൂതക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുട്ടായി കെട്ട് പോലെ ഉണ്ടല്ലോ. മിഠായി പെട്ടിക്കത്താണോ ഭൂതത്തെ കൊണ്ടുവന്നിരിക്കുന്നേ? ഹലോ അങ്കിൾ, 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, എന്നിട്ട് കാണ് എന്റെ ഗോപ്പിടി അങ്കിൾ എങ്ങനെയാ റിവീൽ ചെയ്യാൻ പോകുന്നേന്ന്. ഹലോ അങ്കിൾ ഗോപ്പിടിയ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്കിൾ ശരിയാണ് പറഞ്ഞത്. ചിണ്ടു മിണ്ടു, ക്ഷമിക്കണം, എന്റെ എൻട്രി അല്പം ലേറ്റായി പോയി. പക്ഷെ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തതിന്റെ ഫലം ഇതാണ് പറ്റിയ സമയം പിനാക്കി. നമുക്ക് ഇപ്പോ തന്നെ റിമോട്ടിന്റെ ബട്ടൺ ഞെക്കാം. നീ പറഞ്ഞത് ശരിയാ ഹാപ്പി.
യെസ് പിനാക്കി ബട്ടൺ അമർത്ത്. അമർത്തിക്കൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. കമോൺ പിനാക്കി, പെട്ടെന്ന് ബട്ടൺ വരുത്തിട്ട് കോപ്പടിയാക്കി നല്ലൊരു പണി കൊടുക്ക്. ഭൂതം. അത് ശരി, ആ ഭൂതങ്ങളൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു ഇവരെ രക്ഷിക്കാൻ. കമോൺ പിനാക്കി, വേഗം ആവട്ടെ. അയ്യോ, ഇതെന്താ വർക്ക് ചെയ്യാത്തത്? ഇനി ആ ബാറ്ററി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ പിനാക്കി? ഔട്ട് ഓഫ് റേഞ്ച്. ഇനി എന്ത് ചെയ്യും പിനാക്കി? നമ്മൾ സ്റ്റേജിന്റെ കൂടുതൽ അടുത്തേക്ക് പോണെന്നാ തോന്നുന്നേ. Why fear when happy is here? ഞാൻ ദാ പോയി ദേ വന്നു. നോ ഹാപ്പി, ഞാൻ ആദ്യം ഈ സ്റ്റേജിന് നന്നായി നോക്കട്ടെ. നമ്മളെങ്ങാനും ലേറ്റ് ആയി കഴിഞ്ഞാൽ അങ്കിളിനെ ആന്റി ആൻഡ് റിപ്പോർട്ടേഴ്സ് മുഴുവനും കാണും. നിനക്ക് മനസ്സിലായോ പിനാക്കി? പിനാക്കി, ബി പേഷ്യന്റ് ഹാപ്പി. എന്നെ കാണുമ്പോൾ ഭൂതങ്ങളുടെ അസ്ഥികൾ പേടികൊണ്ട് കൂട്ടിയിടിക്കും. ചിലപ്പോൾ ഭൂതങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെയും, അല്ലേ? പ്രസന്റിംഗ് എന്റെ ന്യൂ ഓർ മോർ പവർഫുൾ ഗോസ്റ്റ് ക്യാപ്ചറിംഗ് ഡിവൈസ് ഭൂതക്കെണി 2.0 പിടിക്കാൻ പോകുന്നു വീണ്ടും കുറച്ച് ഭൂതങ്ങളെ. ഇനി 2.0 എന്താ ഹാപ്പി? ഞാൻ ഇപ്പൊ പോയി നോക്കിട്ട് വരാം. ഹാപ്പി വേണ്ട, നിക്ക്. ഇനി ഭൂതം ഭൂതക്കെണിയിലേക്ക് വരും. അയ്യോ, ഇതൊക്കെ വീണ്ടും ഞാൻ വലിയ പ്രശ്നത്തിലേക്കാണല്ലോ വന്ന് പെട്ടത്. ഹാപ്പി സൂക്ഷിച്ച്. ഹാപ്പി, ഗപ്പു റിമോട്ട്. റിമോട്ട്. ഹാപ്പി. വീണ്ടും ഒരു ഭൂതം കൂടി. ഇയാള് തന്നെ അവിടെ കിടന്ന് കാണിച്ചോണ്ടിരിക്കുന്നത്. ഭ്രാന്തന്മാരുടെ പോലെ ഭൂതം ഭൂതം ഒന്ന് നിലവിളിക്കുക അയാള്. ഈ ഗോപ്പടിയുടെ ഗെയിം ഞാൻ ഓവർ ചെയ്യാൻ പോവാണ്. ഗപ്പു നിക്ക്. അയാളിപ്പോ ഗപ്പുനെ പിടിക്കുമല്ലോ. സൂക്ഷിച്ച് ഗപ്പു. ഈ ലേസർ റേസ് നല്ല ഡേഞ്ചറസ് ആണ്. ഇവിടുന്നോട്ട് രക്ഷപ്പെടുന്നത് നല്ലത്. രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു കുഴപ്പമില്ല. നിനക്ക് അധികം ദൂരമൊന്നും പോകാൻ കഴിയില്ല. നിന്നെ പിടിക്കാൻ എന്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. സൂപ്പർ സോണിക് ഗോസ്റ്റ് ക്യാപ്ചർ വേവ്. ഇനിയിപ്പോ ഇതെന്താ? ഓ, ഇവന്റെ കയ്യിൽ എത്ര ഗാഡ്ജറ്റ്സ് ഉണ്ട്. നമുക്ക് അയ്യോ, എന്താ സംഭവിക്കുന്നത്? ഈ ഗ്ലോ എന്താ ഇങ്ങനെ? അറിയില്ല. ഇനി ഭൂതത്തിന്റെ ഉള്ള അയാൾ ശരിക്കും പിടിച്ചോ? കുറച്ച് കൂടുതൽ ഭൂതങ്ങളെ കൂടി ക്യാപ്ചർ ചെയ്തു. അങ്ങനെ സ്വർണത്തിന് സുഗന്ധവും കിട്ടി. അയാൾ എന്റെ മുഴുവൻ ഫാമിലിയെ ക്യാപ്ചർ ചെയ്തു. 2 ശേഷം 3, 3 ശേഷം 6. പ്രോമിസ് ചെയ്തത് 2 ഭൂതങ്ങളെ, കിട്ടിയിരിക്കുന്നത് 6. അങ്ങനെ ഖോപ്പടിയുടെ മുന്നിൽ 6 ഭൂതങ്ങൾ തോറ്റിരിക്കുന്നു. അങ്കിൾ കോപ്പടിയ, നിങ്ങൾക്കിത് അറിയില്ല. ഒരു സൂറി കൂടി ഇനി ബാക്കിയുണ്ടെന്ന്. പിനാക്കി, എന്തൊക്കെയാ ഇത്? ഇതെന്താ? ഇനി ബോസിന്റെ വല്ല ഗാഡ്ജറ്റും ആണോ? അയ്യോ, പിനാക്കി എങ്ങോട്ടാ ഓടുന്നേ? ഓ നോ, റിമോട്ട്. അയ്യോ, 2 പാർട്ടുള്ളല്ലോ. ഇതിന്റെ 3ാമത്തെ പാർട്ട് എവിടെ പോയി? അയ്യോ, എവിടെ പോയി? പിനാക്കി, വേഗം കണ്ടുപിടിക്കുന്നതിന്റെ 3ാമത്തെ പാർട്ട്. ഇനി കണ്ടോളൂ ജീനിയസ് ഖോപ്പടിയുടെ അത്ഭുതങ്ങൾ. ഭൂതങ്ങളുടെ ലോകത്തെ പോലും വിറപ്പിച്ചിരിക്കുന്നു. ദാ കണ്ടോളൂ ഭൂതങ്ങളുടെ ഹ്യൂമൻ അവതാർ. എന്താ നിങ്ങളുടെ മുഖം പോലെ കാണണമെന്നുണ്ടോ? വരൂ, നമുക്ക് ഒന്നിച്ച് പറയാം കൗണ്ട് ഡൗൺ. അങ്ങനെ ഖോപ്പടിയേക്ക് വേൾഡ് ഫേമസ് സയന്റിസ്റ്റിന്റെ കിരീടം ലഭിക്കട്ടെ. കൗണ്ട് ഡൗൺ വിത്ത് മീ. 5, 4, 3, 2
ഡാനി ഇതവിടെ പോയി. നെവർ മൈൻഡ്, കോപ്പഡിയ വിൽ ടേക്ക് ദ പ്രൈഡ്. വന്നല്ലോ എന്റെ ഭൂതം. ഇതെന്താ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാ പുറത്തേക്ക് വരുന്നത്? ഇനി ഈ ലോകം മുഴുവൻ കാണും കോപ്പടിയയുടെ ബുദ്ധിയുടെ അത്ഭുതം. നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തരും ഭൂതം. ഇതാ നിങ്ങൾ കണ്ടോളൂ. ഓ നോ, ഇയാള് ഞങ്ങളുടെ കുടുംബം മുഴുവനും നശിപ്പിക്കുമല്ലോ. ഇനി എന്ത് ചെയ്യും? ഐഡിയ. ലോഹം കൊണ്ട് ലോഹം മുറിക്കുന്നത് പോലെ ഈ ലൈറ്റിനെ തന്നെ മുറിക്കും. ഇനി കാത്തിരിപ്പിന് വിരാമം. മുന്നിലേക്ക് വരുന്നു ഭൂതങ്ങൾ. പിന്നെ ഈ ലൈറ്റ് എവിടുന്നാ വരുന്നത്? ഈ ലൈറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്യാൻ നോക്ക്. ഓ, ഈ ലൈറ്റ് ആരെങ്കിലും ഒന്ന് നിർത്ത്. അങ്കിൾ ഗോപ്പിടിയ വീണ്ടും നിങ്ങളെ സഹായിക്കാം. ആ ലൈറ്റ് ഞാനിപ്പോ മാറ്റി തരാം ബോസ്. ലൈറ്റ് അല്ല, ലൈറ്റ് അടിക്കുന്നവനെ അവിടുന്ന് മാറ്റേണ്ടത്. അത് സന്തുവിന്റെ ജോലിയാ. മാറ്, ആദ്യം ഞാൻ പോട്ടെ. പിന്നെ ഞാൻ കേറട്ടെ. ആദ്യം ഞാൻ പോകാവേ. ഇത്രയും അധികം വയറുകളോ? ലൈറ്റിന്റെ വയർ ഏതാ? ഓ നോ, ഇവര് രണ്ടുപേരും എന്നെ പിടിക്കാനല്ലേ മുകളിലേക്ക് വരുന്നത്? എടാ പിനാക്കി, താഴേക്ക് ഇറങ്ങാനാ പറഞ്ഞത്. ഐഡിയ. മാറാനാ പറഞ്ഞത്. ബാഡ് ലക്ക് ബോയ്സ്. എല്ലാം വയറുമൂരും പിന്നെ ലൈറ്റും ഉണ്ടാവില്ല. ലൈറ്റ് പോയല്ലോ. അയ്യോ, ഈ ലൈറ്റിന് തന്നെ പറ്റി. ഇനി ഇരുട്ടത്ത് എങ്ങനെയാ ഭൂതത്തിനെ കാണിക്കുന്നേ? അവന്റെ ഭൂതം പേടിച്ചോടിക്കാണും. ഇത് 2 പാർട്ടുള്ളൂ. മൂന്നാമത്തെ പാർട്ട് എവിടെ പോയി കണ്ടുപിടിക്കും? ആദ്യം ഇത് ജോയിൻ ചെയ്ത് നോക്കാം. ലൊക്കേഷൻ അലോട്ട് ഫോളോ ചെയ്ത് നോക്കാം. എന്താ ഈ സംഭവിച്ചത്? ഈ ലൈറ്റ് എങ്ങനെ പോയി? ആരാ എന്റെ ഷോ നശിപ്പിക്കാൻ നോക്കുന്നത്? എവിടെയാണ്? അവിടെ നിന്നാണല്ലോ ശബ്ദം വരുന്നത്. അപ്പൊ റിമോട്ട് അവിടെ തന്നെ കാണും. യെസ്, കിട്ടിപ്പോയി റിമോട്ടിന്റെ 3rd പാർട്ട്. ഓ, വേറെ വഴിയൊന്നുമില്ല, വീട്ടിൽ പോവാം. Don't worry, backup generator will start in hurry. Danny, യെസ് ബോസ്. അങ്ങനെ തടസ്സം മാറി, ലൈറ്റ് ഓൺ ആയി. അപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്ന് ഈ ഭൂതങ്ങളുമായി ചെയ്യാൻ പോകുന്നു ഫൈറ്റ്. ഞാനാണ് കോപ്പഡിയ, ഭൂതങ്ങളെ ഭയപ്പെടുത്തുന്നവൻ. ഡാനി, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഭൂതക്കെണി. ഓ നോ, ഈ 2.0 വീണ്ടും സ്റ്റാർട്ട് ആയല്ലോ. ഇപ്പോഴും ഔട്ട് ഓഫ് റേഞ്ചോ? എനിക്ക് ക്ലോസ് റേഞ്ച് പോയിട്ട് വേണം റിമോട്ട് അമർത്താനെന്ന് തോന്നുന്നു. പക്ഷെ എങ്ങനെ? ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്റെ കട ഡിഫൻസിന്റെ ട്രെയിനിങ് പ്രയോജനപ്പെടുത്താനായി ഇപ്പൊ ഈ കോപ്പടിയേക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ക്ലോസ് റേഞ്ചിൽ പോയിട്ട് കോപ്പടിയുടെ ഈ ഡ്രാമ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. മുകളിലെങ്ങും ഒന്നുമില്ലല്ലോ. പിന്നെ ഈ ഭൂതങ്ങൾ എന്താ പുറത്തേക്ക് വരാത്തത്? ഇല്ല, എനിക്ക് സീറോയിൽ നിന്ന് ഹീറോ ആയേ പറ്റൂ. എനിക്ക് ഭൂതങ്ങളുടെ 6 ഉണ്ടാക്കിയേ പറ്റൂ. ഇതുകൊണ്ട് ഒരു കാര്യമില്ല ഡാനി, പവർ കൂട്ടിയേ പറ്റൂ. ഈ കോപ്പടിയെ ഭൂതത്തെ കാണിക്കാൻ പോകണോ അതോ ഉണ്ടാക്കിയെടുക്കാൻ പോകണോ? നിർത്തു ബോസ്, ഇല്ലെങ്കിൽ എല്ലാം അവസാനിക്കും. അവസാനിപ്പിക്കേണ്ടത് ഭൂതങ്ങളെയാണ്.
ഈ റിമോട്ട് വർക്ക് ചെയ്തോ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ കോപ്പടിയ കാരണം എനിക്ക് എന്റെ കുടുംബത്തെ നഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. എന്റെ ഈ ഭൂതക്കണിക്ക് എന്ത് പറ്റി? എന്റെ ഭൂതക്കണി ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്റെ ഭൂതങ്ങൾ എവിടെ പോയി? എന്റെ ഇത്രയും വർഷത്തെ അധ്വാനം വേസ്റ്റ് ആയി പോയി. ഇയാളെ കണ്ട ഇപ്പൊ ഭൂതത്തെ പോലെ തന്നെയുണ്ട്. ആരാണോ എന്നെ ഭൂതത്തെ പോലെ ആക്കിയത് അവനെ ഞാൻ വെറുതെ വിടില്ല. ഇല്ല. ഈ പെട്ടിയിലില്ലെങ്കിൽ അവരെല്ലാം എങ്ങോട്ട് പോയി? എനിക്കവരെ കണ്ടുപിടിച്ചേ പറ്റൂ. ആരാണവൻ എന്റെ ഭൂതങ്ങളെ ഓടിച്ചവൻ? പറയൂ, ആരാണ്? അവനാണോ? ഇവനാണോ? സ്റ്റേജിൽ വന്നത് ആരായിരുന്നു? ഡാനി, പോയി അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്ക് ഡാനി. അവൻ ശരിക്കും ഭ്രാന്തനാ, നമ്മളെ കൂടെ ഭ്രാന്തനാക്കും. അതിനു മുമ്പേ പോവാം. വാ വാ വാ, വെറുതെ അവസ്ഥ കളഞ്ഞു. അയ്യോ, പോകരുത്, നിൽക്ക്. ഞാൻ ശരിക്കും ഭൂതത്തിനെ പിടിച്ചതാ. എന്നെ ഒന്ന് വിശ്വസിക്ക്. വീണ്ടും ഞാൻ പിടിച്ചു കാണിച്ചു തരാം. നിൽക്ക്, ഒന്ന് നിൽക്കൂ. എല്ലാവരും പോയി. വീടില്ല ഞാൻ അവനെ, എന്റെ ഭൂതങ്ങളെ ഓടിച്ചവനെ. നിങ്ങൾ ആരെയാണോ അന്വേഷിക്കുന്നത്? ഞാൻ അവനെ കാണിച്ചു തരാം. അവന്റെ അസൂയ കാരണം എന്റെ എല്ലാ കാര്യം കുഴപ്പത്തിലാക്കുന്നതാ. നിങ്ങൾ ഞങ്ങളെ ഈ ഗ്രാൻഡ് റിവീലിലേക്ക് ക്ഷണിച്ചത് ആ പിനാക്കിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനാണ് താങ്കളുടെ ഈ ഗ്രാൻഡ് ഇവന്റ് ഇല്ലാതാക്കിയത്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അങ്കിൾ. പിനാക്കിയെ പിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിന്റെ അർത്ഥം നീ കാരണം ഇതൊക്കെ സംഭവിച്ചല്ലേ? നീ വന്നത് കൊണ്ടല്ലേ അവൻ ഇങ്ങോട്ട് വന്നത്? എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ദിവസം നശിപ്പിച്ച് കളഞ്ഞില്ലേ? പിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, വിടില്ല. നിങ്ങളുടെ അങ്കിളുടെ മേത്ത് പൂർണ്ണ കയറിയോളാ. അങ്കിൾ കോപ്പടിയാ, കുട്ടിയെ വിടാനാണ് പറഞ്ഞത്. അല്ല, എന്നെ എന്തിനാ പിടിച്ചോണ്ട് പോകുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. കറങ്ങി നടക്കാൻ നിങ്ങൾക്ക് വലിയ ആഗ്രഹം അല്ലേ? ഇനി ഇന്ത്യയിലേക്ക് അങ്ങ് പോകാം. എന്നിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ പോയി വട്ടത്തിൽ കറങ്ങാനുള്ള അവസരം ഉണ്ടാക്കാം, നല്ല സ്റ്റൈലായിട്ട്. അല്ല പിനാക്കി, നിനക്കെന്താ ഇത്ര സങ്കടം? വീട്ടിലുണ്ടാക്കിയ മുളകിന്റെ ലഡ്ഡു കഴിക്കുന്നേ, ചപ്പാത്തി പരത്തും പോലെ. ഉള്ളില് ആന്റിയോ? ഇത് നിനക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ, എല്ലാം കഴിച്ചിട്ട്. സുഹേലിന്റെ ഉള്ളില് ഗപ്പു. Don't worry, Pinaki. Be happy. Yes, happy sir. Driver sir, forward march. Straight to the airport. ശരി സർ, സ്ട്രേറ്റ് ടു ദ എയർപോർട്ട്. മീശ പിരിച്ചിട്ട്. And Suryangal as a driver. Magadosta, French Dosta. Bye bye. ബൈ ബൈ പിനാക്കി. വീണ്ടും കാണാം. Hey.